ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായെ സ്തുതി ആയിരിക്കട്ടെ. ഇരിക്കാം. ഉറക്കം പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ ഈ വചന സായാഹ്നം രണ്ടാമത്തെ സന്ധ്യയെ കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയ ദൈവകൃപകൾ കടന്നു വരാൻ നമ്മൾ ഒരുമിച്ച് കൂടുന്ന സന്ദർഭങ്ങൾ സഹായിക്കും. സഭയായി ഏകമനസ്സോടെ പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങൾ അനുഗ്രഹത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു നിമിഷം പോലും പാഴായി പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന സമയമാണ് നമ്മൾ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്ന സമയം മുഴുവൻ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പം അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ ആത്മാവിൽ പൂർണ്ണമായും ശരണപ്പെടുക. പ്രകാരം വിശ്വസിച്ച് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റണം. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ്. ആത്മാവാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം. പകൽ സമയത്ത് നിങ്ങൾ വന്നായിരുന്നോ? എത്ര പേര് വന്നൊന്ന് കൈവയ്ക്കുക നോക്കട്ടെ. കുറച്ച് പേരൊക്കെ വന്നു. അപ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമ്മളിന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിഷയം തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണം, ഇന്ന് അനേകം ആളുകളുടെ ഉള്ളിൽ ഭയമുണ്ട്. ഭയം നമ്മളെ വല്ലാതെ പുറകോട്ടടിക്കും. മുന്നോട്ട് പോകേണ്ട ജീവിതങ്ങളെ പുറകോട്ട് പിടിക്കുന്നതാണ് എന്ത്? ഭയം. വിശ്വാസത്തിൻ്റെ വിപരീത പദം എന്താണ്? ഗ്രാമർ അനുസരിച്ച് അവിശ്വാസമാണ്. വിശ്വാസത്തിൻ്റെ വിപരീത പദം അവിശ്വാസമാണ്. പക്ഷെ ബൈബിൾ അനുസരിച്ച് വിശ്വാസത്തിൻ്റെ വിപരീത പദം ഭയമാണ്. ഭയം. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, ഈ ഭയവും ഫിയർ ആൻഡ് ഫെയ്ത്താണ് സുവിശേഷങ്ങൾ കോൺട്രാസ്റ്റ് ചെയ്യുന്നത്. സുവിശേഷങ്ങൾ താരതമ്യപ്പെടുത്തി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തി നമ്മളോട് പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നത് ഭയവും വിശ്വാസവുമാണ്. ഉദാഹരണത്തിന് ഈശോ പറയും, അല്പവിശ്വാസികളെ നിങ്ങൾ ഭയപ്പെട്ടത് എന്തിന്? കണ്ടോ? ഇത് രണ്ടുകൂടാണ് താരതമ്യപ്പെടുത്തുന്നത്. അത് രണ്ടുകൂടാണ്, അതിനെ ഓപ്പോസിറ്റായിട്ട് നിർത്തുന്നത്. അല്പവിശ്വാസികളെ നിങ്ങൾ ഭയപ്പെട്ടത് എന്തിന്? വേറൊരു സന്ദർഭത്തിൽ പറഞ്ഞു, മകളെ നീ ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കണ്ടോ? ഭയപ്പെടണ്ട, പിന്നെ എന്ത് ചെയ്താൽ മതി? ധൈര്യമായിട്ടിരിക്കാനല്ലേ പറയണ്ടേ? ശരിക്കും ഗ്രാമർ അനുസരിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ പറയണ്ടേ? ഭയപ്പെടണ്ട, ധൈര്യമായിട്ടിരിക്കാനല്ലേ പറയണ്ടേ? പക്ഷെ അങ്ങനെയല്ല പറഞ്ഞേ. ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ബൈബിളിൻ്റെ ഭാഷയിൽ ഭയത്തിൻ്റെ വിപരീത പദമാണ് വിശ്വാസം. വിശ്വാസത്തിൻ്റെ വിപരീത പദമാണ് ഭയം. അതുകൊണ്ട് എവിടെ ഭയമുണ്ടോ അവിടെ എന്തില്ല? വിശ്വാസം ഇല്ല. എവിടെ വിശ്വാസമുണ്ടോ അവിടെ എന്തില്ല? ഭയമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെടുക വളരെ ധൈര്യപൂർവം ജീവിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ്. അതിനൊരു മാർഗമാണ്. നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെടണം. റോമാലേഖനം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 16-17 വാക്യങ്ങൾ എങ്ങനെയാണ്? റോമർ 1:16-17. അതിങ്ങനെയാണ്, സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. അവിടെ പറയുകയാണ്, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദനും പിന്നീട് ഗ്രീക്കുകാരനും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്.
അപ്പോൾ ഇങ്ങനെ പറയുകയാണ്, റോമർ 1:16 പറയുകയാണ്, സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദനും പിന്നീട് ഗ്രീക്കുകാരനും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ഇനി അടുത്ത പറയുകയാണ്, അതാണ് എനിക്ക് വേണ്ട വാക്ക്, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. കണ്ടോ ആ വാക്കെന്താണ്? വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്. ഇതാണ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല. എന്ന് പറഞ്ഞാൽ എന്നും ഒരുപോലല്ല. നമുക്ക് 10 കൊല്ലം മുമ്പുള്ള വിശ്വാസമല്ല 10 കൊല്ലം കഴിഞ്ഞ്. അത് ഒന്നും ഒരുപോലെ നിൽക്കുന്നതല്ല. വിശ്വാസത്തിൽ നിന്ന്. അതിങ്ങനെയാണ്, ഫ്രം 1 ഡിഗ്രി ഓഫ് ഫെയ്ത്ത് ടു അനദർ ഡിഗ്രി ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ ഒരു നിലവാരത്തിൽ നിന്ന് അടുത്ത നിലവാരത്തിലേക്ക് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഫ്രം ഫെയ്ത്ത് ഫോർ ഫെയ്ത്ത് എന്ന് പറയും, ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത് എന്ന് പറയും. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്. അർത്ഥം ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഒരു വിശ്വാസത്തിൻ്റെ നിലവാരത്തിൽ നിന്ന് അടുത്ത വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക്. ഫ്രം 1 ഡിഗ്രി ഓഫ് ഫെയ്ത്ത് ടു അനദർ ഡിഗ്രി ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. ഉറക്കെ പ്രാർത്ഥിച്ച്, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കിയോ? അതായത് വിശ്വാസം എന്ന് പറയുന്നത് ഒരു നിലവാരത്തിൽ നിൽക്കുന്നതല്ല. നമ്മുടെ വിശ്വാസം എന്നും അനുദിനം എന്ത് ചെയ്യുന്നു? വളർന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസമാണ്. വളർന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലെ തന്നെ വേറൊരു വാചകം പറയുന്നുണ്ട്. അത് 2 കൊരിന്തോസ് 3-ാം അധ്യായത്തിലാണ്. 2 കൊരിന്തോസ് 3-ാം അധ്യായം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 18-ാമത്തെ വാക്യം. 2 കൊരിന്തോസ് 3-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കാമോ? കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവൻ്റെ സാദൃശ്യത്തിലേക്ക്. കണ്ടോ, അടുത്ത നല്ല വേറൊരു ഫ്രേസാണ്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. കണ്ടോ, ആദ്യം നമ്മൾ റോമാലേഖനം 1:17 പറഞ്ഞത് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്. ഇവിടെ 2 കൊരിന്തോസ് 3:18 പറയുകയാണ്, എന്താ പറയുന്നത്? മഹത്വത്തിൽ നിന്ന്, ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. ഒരു നിലവാരം, വിശ്വാസത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു നിലവാരത്തിൽ നിന്ന് അടുത്ത നിലവാരത്തിലേക്ക്. അതായത് നമ്മുടെ ഈ വിശ്വാസം മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? വിശ്വാസത്തിൻ്റെ ഈ യാത്ര എന്ന് പറയുന്നത് എന്നും ഒരുപോലെ നിൽക്കുന്ന യാത്രയല്ല. അല്ലെ, ആ യാത്രയിൽ എന്നും നമ്മൾ വിശ്വാസത്തിൽ ഒരുപോലെ അല്ല. നമ്മൾ വളർന്നുകൊണ്ടിരിക്കണം. ഈ വളർന്നുകൊണ്ടിരിക്കാത്ത വിശ്വാസത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് അവിശ്വാസത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും തെറ്റായ വിശ്വാസങ്ങളിലേക്കും പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ വിശ്വാസം ആഴത്തിൽ വളർന്നുകൊണ്ടേയിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം എന്താണ് വിശ്വാസം വളരാനുള്ള വഴി? വിശ്വാസം വളരാൻ എന്താ വഴി? പ്രധാനമായിട്ടും വിശ്വാസം വളരാൻ 3 വഴികളാണ് എനിക്ക് പരിചയമുള്ളത്. വിശ്വാസം വളരാൻ 3 വഴികളുണ്ട്. ഒന്നാമത്തേത് റോമർ 1:17. റോമാലേഖനം 10-ാം അധ്യായം 17-ാം തിരുവചനം. റോമർ 10:17 വായിക്കാമോ? ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ. ഇവിടെ മുമ്പിലൊക്കെ കസേരകളുണ്ട് കേട്ടോ. ഇപ്പോൾ വരുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് മുൻപിലെല്ലാം കസേരകൾ അവിടെ ഇവിടെയെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് വന്നിരിക്കാം. അപ്പോൾ വായിച്ചത് റോമർ 10:17 വായിക്കാമോ? ആകയാൽ, ഉറക്കെ വായിക്കാമോ? ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന്. അപ്പോൾ വിശ്വാസം വരുന്ന എവിടെ നിന്നാണ്? കേൾവിയിൽ നിന്ന്. എന്ത് കേൾക്കുമ്പോഴാണ്? എന്ത് കേൾക്കുമ്പോഴാണ്? ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം. ആ പ്രസംഗം അല്ല ഇത്. ഇപ്പൊ ഇത് പ്രസംഗമാണ്. ഇത് കേൾക്കുമ്പോഴല്ല.
വചനം എന്നാണ്, റേമ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. റേമയാണ്. അത് ബൈബിളിൽ വചനത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് റേമ. ക്രിസ്തുവിനെ കുറിച്ചുള്ള റേമ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം, ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്നാണ് അർത്ഥം. ക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുമ്പോഴാണ് എന്ത് വളരുന്നത്? കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ വിശ്വാസം വളരുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തെ വഴി, ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ. അതെവിടെ കിട്ടും? ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം ബൈബിളിൽ. അപ്പോൾ വചന വായനയിലൂടെയാണ്, വചന കേൾവിയിലൂടെയാണ് ഒരു ആളുടെ വിശ്വാസം വളരുന്നത്. ഒന്നാമത്തെ കാര്യം. ഈ മലയാളത്തിലേക്ക് ബൈബിള് തർജ്ജമ ചെയ്തതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ബെഞ്ചമിൻ ബെയ്ലി എന്നൊരു മിഷണറി ഉണ്ട്. അപ്പം അദ്ദേഹത്തിന് മലയാളം കാര്യമായിട്ട് അറിയാമായിരുന്നില്ല. അറിയാത്തത് കൊണ്ട് അദ്ദേഹം 2 സംസ്കൃത മലയാള പണ്ഡിതന്മാരെ ബൈബിൾ തർജ്ജമ ചെയ്യാനായി അദ്ദേഹം സമീപിച്ചു. അങ്ങനെ ബൈബിൾ തർജ്ജമയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ച ഒരു മനുഷ്യൻ്റെ പേരാണ് ഈ ചാത്തുമേനോൻ. അപ്പം അദ്ദേഹം ഈ ചെങ്ങന്നൂർ ഭാഗത്തെ ഒരു തഹസീൽദാറായിരുന്നു, ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം അന്ന് ആ കാലത്ത്. അപ്പോൾ ഈ ചാത്തുമേനോൻ എന്ത് ചെയ്തു? ബൈബിൾ തർജ്ജമ ആരംഭിച്ചു. അങ്ങനെ ബൈബിൾ തർജ്ജമ ചെയ്ത് യോഹന്നാൻ്റെ സുവിശേഷം കഴിഞ്ഞപ്പോഴേക്കും ബൈബിൾ വായിച്ച് തർജ്ജമ ചെയ്ത് ചാത്തുമേനോൻ ഒരു ക്രിസ്തു വിശ്വാസിയായി മാറുകയും അദ്ദേഹം ആംഗ്ലിക്കൻ സഭയിൽപ്പെട്ട ഒരു മിഷണറിയുടെ കയ്യിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച് ജോസഫ് ഫെൻ എന്ന ക്രിസ്തീയ വിശ്വാസിയായി മാറുകയും ചെയ്തു എന്ന് ഈ ബൈബിളിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഒരു ചരിത്രം കിടപ്പുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ചാത്തുമേനോൻ ജോസഫ് ഫെന്നായി മാറി. എങ്ങനെ മാറിയത്? വിശ്വാസം ഈ വചനത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ദൈവവചനം കലർപ്പില്ലാതെ കേൾക്കണം, കലർപ്പില്ലാതെ വായിക്കണം. വചനം വായിക്കണം, അതാണ് ഒരു വഴി. നമ്മുടെ വിശ്വാസം വളരാനുള്ളൊരു വഴി വചനം വായിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം ഈ വചനം വായിക്കുന്നതിൻ്റെ തന്നെ മറ്റൊരു തലമാണ് ആരാധന. സഭയുടെ ഔദ്യോഗിക ആരാധനകളെ ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. ധ്യാനപൂർവ്വം പ്രാർത്ഥിക്കണം. വിശ്വാസം വളരാനുള്ള പ്രധാനപ്പെട്ട വഴിയാണ്. ബൈബിളിൽ നമുക്ക് മനസ്സിലാകാത്തത് പലതും ആരാധനയിൽ മനസ്സിലാവും. അതാണ് അതിൻ്റെ ശരിക്കുള്ള കറക്റ്റായിട്ടുള്ള ട്രാക്ക്. അതാണ്. അതായത് വചനം വായിച്ചപ്പോൾ പിടികിട്ടാതിരുന്നത് പലതും ആരാധനയിലെ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ മനസ്സിലാവും. കാരണം അത് മുഴുവൻ വചനത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സഭയുടെ ഔദ്യോഗിക ആരാധനകളെ ധ്യാനപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം സമീപിച്ചാൽ ഒരു വ്യക്തിയുടെ വിശ്വാസം വളരും. അത് വചനം. രണ്ടാമത്തേത്, ഒരാളുടെ വിശ്വാസം വളരുന്ന രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ, വിശ്വാസം എപ്പോഴും കർത്താവ് പറയുന്ന അല്ലെങ്കിൽ വചനം പറയുന്ന ഒരു കാര്യം, വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. അതിനെ തിരുസഭയുടെ മതബോധന ഗ്രന്ഥം വിളിക്കുന്നത് സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ് എന്നാണ്. പ്രകൃത്യാതീത ദാനം. ആ വാക്കെന്ന് പറഞ്ഞേ, എല്ലാവരും പറയണം. നിങ്ങളുടെ ഇത് കാശൊന്നും വാങ്ങിക്കുന്നില്ലല്ലോ ഇങ്ങനെ വന്ന് ഇതൊക്കെ പറഞ്ഞു തരുന്നതിന്. അപ്പോൾ ഇത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. മനസ്സിലായില്ലേ? നിങ്ങൾ വിചാരിക്കരുത് ഇത് തന്നെയാണ് ഇയാൾ നല്ല കഷ്ടപ്പാടുണ്ട് ഇതിന്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. മനസ്സിലായില്ലേ? രാവും പകലും ഇല്ലാത്ത അലച്ചിലും യാത്രയും ഉറക്കവും ഇല്ല, അതൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഒറ്റ ദിവസം റെസ്റ്റ് ഇല്ല. അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഈ ഓടുന്നത്. അപ്പോൾ അന്നേരം വെറുതെ ഒന്നിങ്ങനെ ഇരിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. സത്യം പറഞ്ഞാൽ ഈ ടിക്കറ്റ് വെച്ചിട്ട് വേണം ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ. ഇത് വെറുതെ കൊടുക്കുന്നതുകൊണ്ട് ഒരു വിലയില്ല ഒന്നിനും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പറയുന്നതിന് പ്രതികരിക്കണം. ഓക്കെ. അപ്പോൾ എന്താണെന്നറിയാം? ഇപ്പം എന്താ പറഞ്ഞേ? ആ വാക്കെന്ന് പറഞ്ഞേ. എല്ലാവരും പറയണം. ചേട്ടന്മാർ പിന്നെ എന്തിനിരിക്കുക? പറയാം കേട്ടോ. പ്രകൃത്യാതീത ദാനം. പറഞ്ഞേ, പ്രകൃത്യാതീത ദാനം. സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, സ്വീകരിക്കാനേ പറ്റൂ. ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, അത് ദൈവം തരണം. വചനം വായിക്കുമ്പോഴും ദൈവം തരുന്നതാണത് വചനത്തിലൂടെ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് വിശ്വാസം പ്രകൃത്യാതീത ദാനമാണ്. അപ്പം അതെന്ത് ചെയ്യണം? അത് ഒറ്റ കാര്യമേ ഉള്ളൂ, ചോദിക്കണം. ചോദിച്ചാൽ വിശ്വാസം കിട്ടും. ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും വിശ്വാസം കിട്ടിയിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും വിശ്വാസം കിട്ടും. ചോദിച്ചാലേ കിട്ടൂ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് കർത്താവേ ലൂക്കാ സുവിശേഷം 17:5 ഒന്ന് വായിച്ചേ. ലൂക്കാ 17:5 നല്ലൊരു പ്രാർത്ഥനയാണ്. ലൂക്കാ 17:5 വായിച്ചേ. അപ്പസ്തോലന്മാർ
കർത്താവിനോട് അപേക്ഷിച്ചു. എന്താണ് അപേക്ഷിച്ചത്? ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അതാണ് ലൂക്ക 17:5. അപ്പൊ ഞാൻ ലൂക്ക 17:5 എന്ന് പറയും, നിങ്ങൾ പറയണം. എന്താണ് നിങ്ങൾ പറയേണ്ടത്? എന്താണ്? ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. അപ്പൊ ലൂക്ക 17:5, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ലൂക്ക 17:5, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പൊ ഇതാണ് വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഒരു പ്രാർത്ഥന. പിന്നെ വേറൊരു പ്രാർത്ഥനയുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ, മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം, 9-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. മർക്കോസ് 9:24. കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അപ്പൊ അത്രയും പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ഒന്നുകൂടെ വായിച്ചേ. എൻ്റെ അവിശ്വാസം പരിഹരിച്ച്. അപ്പൊ രണ്ട് പ്രാർത്ഥനയാണ്. ലൂക്ക 17:5, മർക്കോസ് 9:24. ഈ രണ്ട് പ്രാർത്ഥനകൾ വിശ്വാസം വളരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി മൂന്നാമത്തേത്, എത്ര വഴിയുണ്ടെന്ന് പറഞ്ഞ വിശ്വാസം വളരാൻ? 3 വഴി. ഇപ്പൊ എത്ര വഴിയായി? 2 വഴിയായി. ഒന്ന് വചനവും ആരാധനയും, രണ്ടാമത്തേത് പ്രാർത്ഥന, വിശ്വാസം വളരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മൂന്നാമത്തേത് വിശ്വാസികളുമായുള്ള സംസർഗം വിശ്വാസം വർദ്ധിപ്പിക്കും. വിശ്വാസമുള്ളവരുമായിട്ടുള്ള കൂട്ടായ്മ, വിശ്വാസമുള്ളവരോടുകൂടെ നിരന്തരമായി സഹകരിക്കുന്നത് വിശ്വാസം വർദ്ധിപ്പിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അത് വിശ്വാസത്തിന്റെ മാത്രം കാര്യമല്ല, എല്ലാ ആത്മീയ കൃപകളുടെയും കാര്യം അതാണ്. അതായത് ഒരു ആത്മീയ കൃപയിൽ നിങ്ങൾക്ക് വളരണമെങ്കിൽ ആ കൃപയുള്ളവരുമായി സഹകരിച്ചാൽ മതി. അപ്പൊ ആ കൃപ നിങ്ങളിൽ വളരും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് വചനം പറയുന്നുണ്ട്, നിങ്ങൾ ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവന്റെ പടിവാതിൽക്കൽ നിന്റെ പാദങ്ങൾ നിരന്തരം സ്പർശിക്കണം. നിന്റെ പാദങ്ങൾ അവന്റെ പടിവാതിൽക്കൽ നിരന്തരം സ്പർശിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃപാവരമുള്ളവരുമായി, വിശ്വാസമുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടണം. വിശ്വാസം ഇല്ലാത്തവരുമായിട്ടാണ് നിങ്ങളുടെ കൂട്ടുകെട്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം കുറഞ്ഞു പോകും. വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവരുമായിട്ടാണ് നിങ്ങളുടെ സംസർഗമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം കുറഞ്ഞു പോകും. വിശ്വാസ വിപരീതം പറയുന്ന ആളുകളുമായിട്ടാണ് നിങ്ങളുടെ സംസർഗമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് വിശ്വാസികളുമായിട്ടുള്ള സംസർഗം, അതാണ് കൊരിന്തോസ് ലേഖനത്തിൽ അപ്പോസ്തലൻ പറയും, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് വിശ്വാസിയുമായിട്ടാണ് യോജിപ്പ്, എങ്കിലേ വിശ്വാസം വളരത്തുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസം. ഞാൻ പറയാൻ വന്നത് എന്തെന്ന് വെച്ചാൽ, വിശ്വാസം വളരാതെ ക്രിസ്തീയ അനുഭവങ്ങൾ ഉണ്ടാവില്ല, യേശുവിനെ അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് കണ്ണടച്ച്, ഒന്ന് കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒന്ന് വിശ്വാസം, എനിക്ക് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ. ഒന്ന് ആഗ്രഹിച്ച് ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവെ ആരാധന, 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 ആരാധന. ശക്തമായിട്ട് സ്തുതിച്ചേ. അതിനെ തുറന്ന് ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. കർത്താവേ, വിശ്വാസം ദാനമായി നൽകണമേ. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വളരാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. 47-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം എന്തായിരുന്നു? ജനതകളെ, ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. 47-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ആമുഖമായിട്ട് പറഞ്ഞാണ്, വിശ്വാസത്തിൽ വളരണം. ഇപ്പം രക്ഷയിലും വിശ്വാസത്തിലും ബോധ്യങ്ങളിലും നമ്മൾ വളരണം. ഞാൻ ഇന്ന് നിങ്ങളോട് ഞാനത് പറഞ്ഞപ്പോഴാണ് വിശ്വാസത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചത്. നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ എൻ്റെ മനസ്സിൽ മൂവാറ്റുപുഴ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ദിവസങ്ങൾ മുതൽ ആവർത്തിച്ച് വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അനുഗ്രഹങ്ങളും ശാപങ്ങളും. അതാണ് ഞാൻ ഇന്നും നാളെയുമായിട്ട് നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് പങ്കുവെക്കുന്നതിന് ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്, അത് ഞാൻ പറയാം. അനുഗ്രഹങ്ങളും ശാപങ്ങളും. ബൈബിളിൽ ഏതാണ്ട് 600ഓളം തവണയാണ് അനുഗ്രഹങ്ങൾ, അനുഗ്രഹിക്കും, അനുഗ്രഹം ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ഏതാണ്ട് അതിൻ്റെ പകുതിയോളം പ്രാവശ്യം ശാപം, ശപിക്കും, ശപിക്കപ്പെടും, ഇതും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ബൈബിളിൻ്റെ പൊതുവായ ഒരു സംസാര രീതിയുടെ ഭാഗമായ വാക്കുകളിലൊന്നാണ് അനുഗ്രഹം, ശാപം. അപ്പോൾ ഇതൊന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ വിഷയം നിങ്ങളോട് അല്പം സമയമെടുത്ത് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചില വിഷയങ്ങൾ പറയുമ്പോൾ
നമുക്ക് നേരെ ഒരു ഫോഴ്സ് ഇങ്ങനെ എതിരെ നിന്നിട്ട് നമ്മളെ തടയുന്ന അനുഭവം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു വിഷയമാണിത്. ഇത് പറയുമ്പോഴെല്ലാം ഒരു ഫോഴ്സ് ഇങ്ങനെ വളരെ പവർഫുള്ളായിട്ട് വന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനാപൂർവം ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട്, ഞാൻ കർത്താവിനെ ആശ്രയിച്ച് ഈ വിഷയം പറയാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവിനെ ആശ്രയിച്ച് ഇത് കേൾക്കണം. നിങ്ങളുടെ കാതുകൾ ഹൃദയവും തുറന്ന് കേൾക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വിഷയം നിങ്ങൾ മനസ്സിലാക്കി ഞാൻ പറഞ്ഞു തരുന്ന പോലെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതം ഒരു 25 കൊല്ലം കൂടെ മുന്നോട്ട് പോകും. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയാണത്. ഒത്തിരി ആളുകൾ ക്രിസ്തുവിൻ്റെ രക്ഷ അനുഭവിക്കാതെ കെട്ടപ്പെട്ട് കിടപ്പുണ്ട്. ആ കെട്ടുകളെല്ലാം അഴിഞ്ഞു പോകും. ഇതെൻ്റെ അനുഭവമാണ്, കഴിഞ്ഞ 19 വർഷത്തെ അനുഭവമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയം വളരെ വളരെ ഗൗരവമായിട്ട് എടുക്കണം, വളരെ ഗൗരവമായിട്ട്. കാരണം ഇത് വളരെ സെൻസിറ്റീവായൊരു കാര്യമായതുകൊണ്ട് അധികം പേര് ഇതിനെക്കുറിച്ച് പറയാറില്ല. പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുമോ, വിമർശനങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾ തെറ്റിച്ച് മനസ്സിലാക്കുമോ എന്നൊക്കെ ഓർത്തിട്ട് സാധാരണ പൊതുവേദികളിൽ ആളുകൾ സംസാരിക്കാത്ത വിഷയങ്ങളിൽ ഒന്നാണിത്, അനുഗ്രഹവും ശാപവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ ആത്മാവ് ഒരു ധൈര്യവും ഒരു പ്രേരണയും ഒരു തള്ളലും തന്നാൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോൾ ഇതിനു വേണ്ടി മൂവാറ്റുപുഴ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ആവർത്തിച്ച് തന്നുകൊണ്ടിരുന്ന ഒരു വചനം ഇതാണ്, ഈ അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും കാര്യം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഒരു പ്രായോഗികമായ കാരണം. രണ്ടാമത്തെ കാരണം, ഞാൻ ഒരുപാട് തവണ വർഷങ്ങളായിട്ട് ജനത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വചനമാണ് ഗലാത്യ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. അതൊന്ന് വായിക്കാം. അതായത് ഞാൻ വർഷങ്ങളായിട്ട് പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വചനമാണ് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. ഗലാത്യർ 3:13-14 വായിക്കാം. ഉറക്കെ വായിക്കണം, ഉറക്കെ. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കും എന്നാണോ, രക്ഷിച്ചു എന്നാണോ? രക്ഷിച്ചു എന്നാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മൾ ഈ കൺവെൻഷന് സംസാരിക്കേണ്ടത് രക്ഷയെക്കുറിച്ചാണ്. പറഞ്ഞായിരുന്നോ? രക്ഷയെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടതും രക്ഷ അറിഞ്ഞവന് മാത്രമേ ആരാധിക്കാൻ പറ്റൂ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ രക്ഷയുടെ ആ രക്ഷ എന്ന പാക്കറ്റിലെ, രക്ഷ എന്ന സമ്മാനപ്പൊതിയിലെ ഒരൈറ്റമാണ് ശാപത്തിൽ നിന്നുള്ള മോചനം. രക്ഷ എന്ന ആ പാക്കേജിൽ ഒരു ഒഴിവാക്കാൻ പറ്റാത്ത ആ ഘടകമാണ് എന്ത്? ശാപത്തിൽ നിന്നുള്ള മോചനം. അപ്പോൾ ഇത് ഞാൻ ഒത്തിരി തവണ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ചിലപ്പോൾ ഒരു കൺവെൻഷനൊക്കെ ചില 3-4 ദിവസങ്ങൾ ഈ കാര്യം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അനുഭവം, ഇത് എത്ര പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. അവർ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് വളരെ കുറച്ച് പേരെ അത് ശരിയായ ഒരു അർത്ഥത്തിൽ അതിൻ്റെ ആ വചനത്തിൻ്റെ സന്ദേശം അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെയും ആളുകളുടെ ഉള്ളിൽ ഭയം അവശേഷിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ശരിക്കും കുറച്ചുകൂടെ വിശദമായിട്ട് വചനങ്ങളിലൂടെ തന്നെ കടന്നുപോയി ഈ കാര്യം വിശദമായി ഒന്ന് ഈ ജനതയോട് സംസാരിക്കണം എന്നെൻ്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് രണ്ടാമത്തെ ഒരു കാരണം. ഞാൻ ഈ വിഷയം സംസാരിക്കുന്നതിന് നമ്മൾ കുറച്ചുകൂടെ ഞാൻ വേറൊരു വ്യത്യസ്തമായ ഒരു അപ്രോച്ചിൽ, വേറൊരു രീതിയിൽ, ഞാൻ സാധാരണ പറയുന്നത് പോലെ അല്ല, മറ്റൊരു രീതിയിൽ ഞാൻ വചനം ഇങ്ങനെ എടുത്തെടുത്ത് നമുക്ക് എന്താണ് ഈ കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് അതാണ് എന്നെ ഇത് സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. പറഞ്ഞേ ഹല്ലേലൂയ. ആമുഖം പറഞ്ഞ് സമയം കളയല്ല, പക്ഷെ നമ്മൾ അതിനെ ആ കോണ്ടെക്സ്റ്റിൽ ആക്കണം. എന്നാലേ അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര സെൻസിറ്റീവായ കാര്യങ്ങളാണ്. ഇതൊക്കെ ആളുകൾ ചിലപ്പോൾ വേറെ രീതിയിലൊക്കെ മനസ്സിലാക്കും, നന്നായിട്ട് മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇത് വായിക്കുക. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-14 മനസ്സിരുത്തി ഉച്ചത്തിൽ വായിക്കുക. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. വെപ്രാളപ്പെട്ട് നമ്മൾ എവിടെയും പോണില്ല. നമുക്കിത് നമ്മൾ പഠിക്കുകയാണ്. മനസ്സിലാവുന്നോ? നിങ്ങളൊരു കൺവെൻഷൻ പ്രഭാഷണം കേൾക്കുകയല്ല, നമ്മൾ പഠിക്കുകയാണ്. പഠിക്കുകയായതുകൊണ്ട് തന്നെ നന്നായിട്ട് മനസ്സ് ഇൻവെസ്റ്റ് ചെയ്ത് വേണം വായിക്കാൻ, നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം വായിക്കാൻ, വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ പറയാതിരിക്കാൻ സാത്താൻ എല്ലാ വശത്തും എന്നെ ഞെരുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ അസ്വസ്ഥനാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ക്ഷമയോടെ ഇരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത്
ഇത് പറയിപ്പിക്കാതിരിക്കാൻ എല്ലാ പണിയും അവൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വളരെ ശ്രദ്ധിച്ചിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വായിക്കാം ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-14 വായിച്ചേ. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട്, അത്രയും നിർത്തുക. ഇനി ഒന്നുകൂടെ വായിച്ചത്, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. അപ്പൊ അവിടെ ഈ വാക്ക് വരുന്നുണ്ട്, എന്താണ്? ശാപം. ആ വാക്ക് വരുന്നുണ്ടല്ലേ, നിയമത്തിന്റെ ശാപം. ആ വാക്കൊന്ന് ഉറക്കെ പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. അതായത് ഒത്തിരി പേർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലാത്ത ഒരാശയമാണ് എന്താണ് നിയമത്തിന്റെ ശാപം. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന ആദ്യം നിയമത്തിന്റെ ശാപം. അത് മനസ്സിലാക്കുന്നത് നമുക്ക് ശാപമുണ്ട് എന്ന് മനസ്സിലാക്കാനല്ല, നമുക്ക് ശാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചതും പ്രാപിക്കുന്നതും എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയാണ്. ഞാൻ നിങ്ങളോടൊരു പ്രോബ്ലം പറയാൻ വന്ന ആളല്ല, മറിച്ച് ഒരു സൊല്യൂഷനാണ് സുവിശേഷം. ആ സൊല്യൂഷൻ പറയണമെങ്കിൽ പ്രോബ്ലം പറയാതെ പറ്റില്ല. വളരെ ശ്രദ്ധിച്ച് കേൾക്കാമോ? റോമാലേഖനമാണ് ക്രിസ്തീയ സുവിശേഷത്തിൻ്റെ ആധാരമായി പലപ്പോഴും ആളുകൾ പഠിക്കുന്ന ഒരു ലേഖനം. സഭയിൽ ഒരു വിഭജനം ഉണ്ടാക്കിയതിന് ഉണ്ടായത് ഈ റോമാലേഖനവുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങളിലാണ്. അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഈ റോമാലേഖനത്തിൽ അപ്പസ്തോലൻ സുവിശേഷം എന്താണ് എന്ന് അവതരിപ്പിക്കുകയാണ്. സുവിശേഷം എന്താണ് എന്ന് അവതരിപ്പിക്കുന്നത് 3-ാം അധ്യായത്തിൻ്റെ, നിങ്ങൾ കേട്ടാൽ മതി, ഇത് ഇപ്പം നിങ്ങൾക്ക് ബാധകമല്ല, ഞാനൊരു കാര്യം പറയുകയാണ്. അതായത് സുവിശേഷം എന്തെന്ന് അപ്പസ്തോലൻ അവതരിപ്പിക്കുന്നത് 3-ാം അധ്യായത്തിൻ്റെ 21 മുതലാണ്. പക്ഷേ 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ സുവിശേഷം എന്താണ് എന്ന് അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അതിനു മുമ്പ് സുവിശേഷം എന്തിന് നമുക്ക് ആവശ്യമായി വന്നു എന്നത് ബോധ്യപ്പെടുത്താൻ ദൈവത്തിൻ്റെ ക്രോധം 1, 2, 3 അധ്യായങ്ങളിൽ അദ്ദേഹം വിവരിക്കുന്നത് ദൈവത്തിൻ്റെ ക്രോധം എന്ന ആശയമാണ്. അതായത് ക്രോധം എന്ന ക്യാൻവാസിലാണ് കരുണയുടെ ചിത്രം അപ്പസ്തോലൻ വരയ്ക്കുന്നത്. റോമാലേഖനത്തിൽ ക്രോധത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് കരുണയുടെ ചിത്രം വരയ്ക്കുന്നത്. സുവിശേഷം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ പഴയ നിയമം മനസ്സിലാവണം. പഴയ നിയമം മനസ്സിലാവാതെ ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ അനുഗ്രഹം മനസ്സിലാകണമെങ്കിൽ ശാപം മനസ്സിലാവണം, അല്ലെങ്കിൽ വിമോചനം എന്താണ് അതിൻ്റെ വില അറിയണമെങ്കിൽ ശാപത്തിൻ്റെ ഗൗരവം എന്താണെന്ന് അറിയണം, വിശുദ്ധിയുടെ വലിപ്പം അറിയണമെങ്കിൽ പാപത്തിൻ്റെ ഗൗരവം അറിയണം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ഇങ്ങനെ സമീപിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇതാണ്, നിയമത്തിന്റെ ശാപം. ഒന്നുകൂടെ പറയാത്, നിയമത്തിന്റെ ശാപം. ഇനി ആ വാക്ക് ഒന്നുകൂടെ വായിക്കാം. നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് ക്രിസ്തു നമ്മെ രക്ഷിച്ചു. എങ്ങനെ രക്ഷിച്ചു? ക്രിസ്തു നമ്മെ പ്രതി, നിങ്ങൾ വായിക്കുന്നൊന്നുമില്ല, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ, അപ്പൊ ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ഇനി അത് എങ്ങനെയാണെന്ന് പറയുകയാണ് അടുത്ത വാക്യം. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ അനുഗ്രഹം പറയുകയാണ്. ഇതെന്തിനാണ് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നത്? അടുത്ത വാക്യം, അബ്രാഹത്തിന് ലഭിച്ച എന്ത്? അനുഗ്രഹം. കണ്ടോ, ഈ 2 വാക്യങ്ങളിൽ ഈ വാക്ക് വരുന്നുണ്ട്. 1 ശാപം, 2 അനുഗ്രഹം. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം വായിക്കാം. യേശുക്രിസ്തുവിലൂടെ വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി മരത്തിൽ തൂങ്ങിക്കിടന്നത് അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം വിശ്വാസികളായ വിജാതീയരായ നമുക്കും ലഭിക്കേണ്ടതിനാണ്. അപ്പൊ കണ്ടോ, ഈ വാക്യത്തിനകത്ത് പറയുകയാണ്, ക്രിസ്തു ശാപത്തിൽ നിന്ന് രക്ഷിച്ചു, അനുഗ്രഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇതാണ് ഈ വാക്യത്തിന്റെ ലളിതമായ അർത്ഥം. ക്രിസ്തു നമ്മെ ശാപത്തിൽ നിന്ന് രക്ഷിച്ചു, അനുഗ്രഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി എങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയ വാക്കുണ്ട്. ആ വാക്കാണ് നിയമത്തിൻ്റെ ശാപം.
അപ്പോൾ ഇനി നമുക്ക് അന്വേഷിക്കാനുള്ളത് ഇതാണ്, എന്താണ് നിയമത്തിൻ്റെ ശാപം? നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാവോ? നിയമത്തിൻ്റെ ശാപം സമം മോശയിലൂടെ ഇസ്രായേൽ ജനത്തോട് ദൈവം അരുളി ചെയ്ത ശാപങ്ങൾ. ഇതാണ് നിയമത്തിൻ്റെ ശാപം എന്ന് പറഞ്ഞാൽ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ശാപങ്ങൾ. നിയമത്തിൻ്റെ ശാപം പഴയ നിയമത്തിൽ യഹൂദനോട് ദൈവം പറഞ്ഞിട്ടുള്ള ശാപങ്ങൾ. ഇതാണ് നിയമത്തിൻ്റെ ശാപം. അല്ലെങ്കിൽ അതിൻ്റെ വേറൊരർത്ഥം, നിയമം ലംഘിച്ചാൽ ഉണ്ടാകുമെന്ന് ദൈവം നൽകിയ മുന്നറിയിപ്പുകൾ, നിയമം തെറ്റിക്കുമ്പോൾ ലഭിക്കുമെന്ന് പറഞ്ഞ ശിക്ഷകൾ. ഇതാണ് നിയമത്തിൻ്റെ ശാപം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നിയമത്തിൻ്റെ ശാപം എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ നിയമത്തിൽ മോശ വഴിയായി ദൈവം ഒരുപാട് നിയമങ്ങൾ, 613 നിയമങ്ങൾ നൽകിയിട്ട് ഈ നിയമങ്ങൾ ലംഘിച്ചാൽ, അല്ലെ ചില പ്രത്യേക നിയമങ്ങൾ ലംഘിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആ മുന്നറിയിപ്പുകൾ, താക്കീതുകൾ, ശാപങ്ങൾ. ഇതാണ് നിയമത്തിൻ്റെ ശാപം. ഇത് മനസ്സിലാവാൻ ഒരു വചനം എടുക്കാൻ. ജോഷുവയുടെ പുസ്തകം 8-ാം അധ്യായം 34-ാമത്തെ വാക്യം എല്ലാവരും എടുക്കണം, എല്ലാവരും വായിക്കണം. ജോഷുവ 8:34 വായിക്കാം. ജോഷുവ 8:34 എല്ലാവരും എടുത്തിട്ട് വായിക്കാം. ജോഷുവ 8:34 വായിക്കാം. അതിനുശേഷം അവൻ നിയമഗ്രന്ഥത്തിലെ വാക്കുകളെല്ലാം അനുഗ്രഹ വചസ്സുകളും ശാപവാക്കുകളും വായിച്ചു. കണ്ടോ? നിയമത്തിനകത്ത്, അതായത് നമ്മൾ ഈ പഴയ നിയമം ഉൽപ്പത്തി മുതൽ മലാഖി വരെ വായിക്കുമ്പോൾ, പഴയ നിയമത്തിൽ മാത്രമല്ല, ഇപ്പം മനസ്സിലാവാൻ വേണ്ടി പഴയ നിയമം എന്ന് പറയുകയാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ മലാഖി വരെ നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമ ജനതയോട് ദൈവം പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ട ഈ ദൈവവചനത്തിനകത്ത് എന്തൊക്കെയുണ്ട്? അനുഗ്രഹത്തിൻ്റെ വാക്കുകളുമുണ്ട്, ശാപത്തിൻ്റെ വാക്കുകളുമുണ്ട്. അതിനെയാണ് നിയമത്തിൻ്റെ ശാപം. ആ ശാപത്തിൻ്റെ വാക്കുകളെയാണ് നിയമത്തിൻ്റെ ശാപം എന്ന് പറയുന്നത്. ഒന്നുകൂടെ വായിക്കാം. ജോഷുവ 8:34 വായിച്ചേ. അതിനുശേഷം അവൻ നിയമഗ്രന്ഥത്തിലെ വാക്കുകളെല്ലാം, കണ്ടോ? അപ്പോൾ വചനത്തിനകത്തെ വാക്കുകളെല്ലാം വായിച്ചു. അപ്പൊ എന്തൊക്കെയാണ് വായിച്ചത്? അനുഗ്രഹ വചസ്സുകളും ശാപവാക്കുകളും വായിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി ഒരു മിനിറ്റ് തന്നെ ശ്രദ്ധിച്ചേ. ഈ യഹൂദന്മാര്, ഈ എനിക്ക് തോന്നുന്നു മാർട്ടിൻ ഹൈഡഗറോടാണെന്ന് തോന്നുന്നു, ഭരണാധികാരി ചോദിച്ചു, ദൈവം ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് പറയാമോ? ദൈവം ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് പറയാമോ എന്ന് ആ തത്വചിന്തകനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യഹൂദ ജനത, ദ ജൂയിഷ് പീപ്പിൾ. ദൈവം ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ, അതായത് അവർ വിശ്വസിക്കുന്ന ദൈവം ഉള്ളതാണെന്നുള്ളതിൻ്റെ തെളിവാണ് യഹൂദ ജനത. കഴിഞ്ഞ 4000 വർഷങ്ങളായി സാത്താൻ വേട്ടയാടി നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നശിച്ചു പോകാതെ നിലനിൽക്കുന്ന ഈ ജനത, അവർ ആരാധിക്കുന്ന ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തു ആവട്ടെ, ഈ യഹൂദ ജനത അവർ കടന്നുപോയ വേദനകളോളം ലോകത്തൊരു ജനതയും കടന്നു പോയിട്ടില്ല. അവർ വേട്ടയാടപ്പെട്ടതുപോലെ ലോകത്തൊരു ജനതയും വേട്ടയാടപ്പെട്ടിട്ടില്ല. അവരനുഭവിച്ചതുപോലെ കഷ്ടപ്പാടുകളും നിന്ദകളും ഒരു ജനത അനുഭവിച്ചിട്ടില്ല. ആ ജനത ഇത്രയും വലിയ കഠിനമായ വേദനകളിലൂടെ കടന്നുപോയതിന് എന്താണ് കാരണമെന്ന് നിങ്ങൾക്ക് വചനമറിയാവുന്ന ഒരു യഹൂദനോട്, ഒരു യഹൂദ റബ്ബിയോട് ചോദിച്ചാൽ അവർ നിങ്ങളോട് പറയാൻ പോകുന്ന മറുപടി എന്തെന്നറിയാമോ? അതായത് ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങളുടെ നിയമഗ്രന്ഥത്തിൽ ദൈവം നേരത്തെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾ എങ്ങനെയാവും എന്ന്. ഇപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ്, അപ്പം അതിന് എന്താണ് കാരണം എന്നതിന് മാനുഷികമായ കാരണമോ ചരിത്രപരമായ കാരണമോ രാഷ്ട്രീയമായ കാരണങ്ങളോ ഒന്നും അന്വേഷിക്കാതെ നിയമം അറിയാവുന്ന ഒരു റബ്ബി നേരെ നിയമഗ്രന്ഥം എടുത്തിട്ട് പറയും, നിയമത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അവരുദ്ദേശിക്കുന്നത് എന്തെന്നറിയാമോ? ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനെ എല്ലാം തരും, നിങ്ങളെങ്ങനെ എല്ലാം ചെയ്ത് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്താൽ. ഇനി നിങ്ങൾക്ക് ഇത് ഇങ്ങനെ എല്ലാം വരും. എപ്പോ? നിങ്ങൾ ഞാൻ പറയുന്ന പോലെ അങ്ങനെ പറഞ്ഞതൊക്കെ ചെയ്യാതിരുന്നാൽ. ഇതിങ്ങനെ ഇത്രയും ക്രിസ്പി ആയിട്ട്, ഇത്രയും ക്ലിയർ ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്, അച്ചസ്ഫടിക സമാനം ഇങ്ങനെ എഴുതപ്പെട്ട വേറൊരു ഗ്രന്ഥമില്ല. യഹൂദന്റെ ചരിത്രം വായിക്കാൻ ഈ പുസ്തകം വായിച്ചാൽ മതി. യഹൂദന്റെ ചരിത്രത്തിൽ അവർക്ക് സംഭവിച്ച അനുഭവങ്ങളെ വ്യാഖ്യാനിക്കാൻ ഈ ഗ്രന്ഥം വ്യാഖ്യാനിച്ചാൽ മതി എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയല്ല,
യഹൂദരാണ് പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഈ നിയമഗ്രന്ഥത്തിൽ അവരോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇനി നിങ്ങൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ നിയമാവർത്തന പുസ്തകത്തിൻ്റെ 27-ാമത്തെ അധ്യായത്തിൽ, നിയമാവർത്തനത്തിൻ്റെ 27-ാം അധ്യായത്തിൽ 2 മലകളുടെ നടുവിൽ ഈ ജനതയെ നിർത്തും ദൈവം. നിയമാവർത്തനം 27, 2 മലയുടെ നടുവിൽ ഇവരെ നിർത്തും. അങ്ങനെ നിർത്തിയിട്ട് ഈ ജനത്തെ അനുഗ്രഹവും ശാപവും ദൈവം പറഞ്ഞ് അവരെ കൊണ്ട് ആമേൻ പറയിപ്പിക്കും. അങ്ങനെ ഒരു സംഭവമുണ്ട്. 27 എടുക്കണം നിങ്ങൾ. നിയമാവർത്തനം 27:11 മുതൽ വായിക്കാം. നിയമാവർത്തനം 27:11 മുതൽ. അന്ന് തന്നെ മോശ ജനത്തോട് കൽപ്പിച്ചു, നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ജനത്തെ അനുഗ്രഹിക്കാനായി ശിമയോൻ, ലേവി, യൂദ, ഇസാക്കർ, ജോസഫ്, ബെഞ്ചമിൻ എന്നിവർ ആ പർവ്വതം ഒന്നോർത്തിരിക്കണം. ഗെരിസീം പർവ്വതത്തിലും ശപിക്കാനായി റൂബൻ, ഗാദ്, ആഷേർ, സെബുലൂൺ, ദാൻ, നഫ്താലി എന്നിവർ ഏബാൽ പർവ്വതത്തിൽ നിൽക്കണം. അപ്പൊ ഇനി ഇങ്ങോട്ട് നോക്കിയേ, അതിൻ്റെ ഈ പർവ്വതങ്ങൾ എങ്ങനെ നിൽക്കുന്നത് വെച്ചാൽ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന 2 പർവ്വതങ്ങൾ. ഈ 2 പർവ്വതങ്ങളുടെ നടുവിലാണ് ഈ ജനത ജീവിക്കുന്നത്. അപ്പൊ ജിയോഗ്രഫിക്കലി ഇവർ നിൽക്കുന്നത് ഈ 2 പർവ്വതങ്ങളുടെ നടുവിലാണ്. ഈ 2 പർവ്വതങ്ങൾ മുഖാഭിമുഖം നിൽക്കുന്ന 2 പർവ്വതങ്ങൾ. ആ പർവ്വതങ്ങളുടെ നടുവിൽ ഈ ജനതയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ദൈവം പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ ശപിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശാപം ഉണ്ടായിരിക്കും. അപ്പൊ ജനം എന്ത് പറയണം? ആമേൻ പറയണം. അപ്പൊ അനുഗ്രഹവും പറയും, ശാപവും പറയും. അങ്ങനെ ദൈവം ഈ മലയ്ക്കട് 2 പർവ്വതങ്ങൾക്ക് നടുവിൽ ഈ ജനതയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരോട് അനുഗ്രഹവും ശാപവും പറഞ്ഞത് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ വായിക്കേണ്ടതാണ് നിയമാവർത്തനം 28. ഇപ്പോൾ വായിക്കണ്ട, ഇപ്പോൾ വായിക്കാൻ നേരമില്ല. നിയമാവർത്തനം 28. അതിനകത്ത് അതിൻ്റെ ആദ്യത്തെ ഏതാണ്ട് 14 വാക്യങ്ങൾ അനുഗ്രഹങ്ങളും പിന്നീട് 56 വരെയാണ് തോന്നുന്നു ആ വാക്യങ്ങൾ ശാപങ്ങളും. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്തു? അനുഗ്രഹവും ശാപവും ഈ ജനത്തോട് ദൈവം അരുളി ചെയ്തു. നിങ്ങൾ ഞാൻ നൽകുന്ന കൽപ്പനകൾ പാലിച്ച് എൻ്റെ സ്വരം ശ്രവിച്ച് നിങ്ങൾ എൻ്റെ മാർഗത്തിൽ നടന്നാൽ 1, 2, 3, 4, 5, 6, 7 ഏതാണ്ട് 7 അനുഗ്രഹങ്ങളാണ് അവിടെ പറയുന്നത്. നേരമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ പറയാം. അതിനുശേഷം നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ 1, 2, 3, 4, 5, 6, 7 ഈ അനുഗ്രഹം പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് ശാപവും പറയും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ദൈവം എന്ത് ചെയ്തു? നിയമത്തിൽ ദൈവം മനുഷ്യർക്ക് അനുഗ്രഹവും ശാപവും നൽകിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഈ വാക്യത്തിലേക്ക് പിന്നീട് തിരിച്ചു വരും. ഇനി അതിൻ്റെ ഒരു സാമ്പിൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ വായിക്കേണ്ട വചനമാണ് നിയമാവർത്തനം 28. 1-2 വാക്യങ്ങൾ വായിക്കണം. 15 മുതൽ 19 വരെ എടുക്കാം. നിയമാവർത്തനം 28 15 മുതൽ 19 വരെ ഒന്നെടുക്കാം. നിയമാവർത്തനം 28 15 മുതൽ 19 വരെ വായിക്കാവോ? എന്നാൽ അവർക്ക് വായിച്ചു. എന്നാൽ നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം അനുസരിക്കാതിരുന്നാൽ താഴെ പറയുന്ന ശാപമൊക്കെയും നിന്റെ മേൽ പതിക്കും. നഗരത്തിലും വയലിലും നീ ശപിക്കപ്പെട്ടവനായിരിക്കും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും ശാപഗ്രസ്തമായിരിക്കും. നിന്റെ സന്താനങ്ങളും വിളവുകളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും ശപിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ ശപിക്കപ്പെട്ടവനായിരിക്കും. ഇനി വേറൊരു വാക്യം കൂടെ വായിക്കാം. നിയമാവർത്തനം 28:45 വായിച്ച്. നിയമാവർത്തനം 28:45 വായിക്കാം. നിയമാവർത്തനം 28:45 നീ നശിക്കുന്നത് വരെ ഈ ശാപങ്ങളെല്ലാം നിന്റെ മേൽ പതിക്കും. ഇവ നിന്നെ വേട്ടയാടി പിടിക്കും. എന്തെന്നാൽ നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ടില്ല, അവിടുന്ന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും പാലിച്ചില്ല. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? നിയമഗ്രന്ഥത്തിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ തെറ്റിക്കുമ്പോൾ മനുഷ്യന്റെ മേൽ വന്ന് പതിക്കുന്ന ശിക്ഷകളുടെ പേരാണ് എന്ത്? ശാപം. ഇനി എന്നെ നോക്കിയേ. അപ്പം നിയമഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിതിനെ വളരെ നിസ്സാരമായിട്ട് കാണും. നിങ്ങൾ ഒന്നുകൂടെ ഗൗരവമായിട്ട് മനസ്സിലാക്കാൻ ഞാൻ ഇങ്ങോട്ട് നോക്കിയേ. ഈ ശാപത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ശാപം എന്ന് പറയുന്നത് ഇതൊരു തലമുറയിൽ തീരണമെന്നില്ല. ഈ ശാപം ജനറേഷൻ ടു ജനറേഷൻ ആവർത്തിക്കപ്പെടും. അതായത് എവിടെ അത് ക്രിസ്തുവിൽ മുറിക്കപ്പെടുന്നോ അതുവരെയും ശാപം ഇങ്ങനെ മനുഷ്യൻ്റെ പിന്നാലെ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: ഭൂതകാലത്തിൽ നിന്ന്
നിങ്ങളുടെ നേരെ നീണ്ടുവന്ന് നിങ്ങളുടെ കഴുത്തിന് പിടിച്ച് പുറകോട്ട് വലിക്കുന്ന ഒരു കരത്തിൻ്റെ പേരാണ് ശാപം. എന്ന് പറഞ്ഞാൽ ഭൂതകാലത്ത് പഴയ കാലത്ത് നിന്ന് ഏതോ ഒരു തലമുറയിൽ നിന്ന് നിങ്ങൾക്ക് നേരെ, ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് നേരെ വന്ന് നിങ്ങളുടെ കോളറെ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോകാനാവാതെ പുറകോട്ട് പിടിച്ചു നിർത്തുന്ന ആ ശക്തിയുടെ പേരാണ്, ആ കരുത്തിൻ്റെ പേരാണ് ശാപം. ഭൂതകാലത്ത് നിന്ന് നിങ്ങൾക്ക് നേരെ നീണ്ടുവന്ന് നിങ്ങളെ വേട്ടയാടുന്ന ആ നിഴലിൻ്റെ പേരാണ് ശാപം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, നമ്മൾ ഇതിനെ കാര്യമായിട്ട് മനസ്സിലാക്കാതിരുന്നാൽ, നമ്മൾ ക്രിസ്തുവിലൂടെയുള്ള വിമോചനത്തെ ഗ്രഹിക്കാതിരുന്നാൽ സംഭവിക്കുന്നത് അനേകം ആളുകൾക്ക് ജീവിതത്തിന് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയോ ഉയർച്ചയോ ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് വലിയൊരു അനുഗ്രഹമാവേണ്ട ഒരു ജീവിതം, വലിയ അനുഗ്രഹം, ഹിമാലയം പോലെ വളരേണ്ട ജീവിതങ്ങൾ ആറാട്ടുമുണ്ടന്മാരായിട്ട് അധംപതിക്കും. വലിയ വലിയ വളർച്ച ഉണ്ടാവേണ്ടതായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്ന ഒരു ഭൗതിക വളർച്ചയല്ല. അതായത് ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി, ഒരു മനുഷ്യൻ്റെ സാധ്യത, അയാളിലൂടെ ഉണ്ടാവേണ്ട അനുഗ്രഹങ്ങൾ, അയാളിലൂടെ ലോകത്തിനുണ്ടാവേണ്ട നന്മകൾ, അയാളിലൂടെ ദേശത്തിനുണ്ടാവേണ്ട വലിയ വിമോചനങ്ങൾ, അതൊക്കെ സംഭവിക്കാതെ പുറകോട്ട് പിടിക്കുന്ന ആ കരത്തിൻ്റെ പേരാണ് ശാപം. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഈ ചങ്ങല പൊട്ടിക്കഴിഞ്ഞാൽ വലിയ വിടുതലുണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ തികച്ചും വ്യക്തിപരമായ ഒരു അനുഭവം പറയാം. ഞാൻ ഈ 2012 ഈ മാറിവാനിസിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എന്നെ ഒരു ധ്യാനം നടത്താൻ വേണ്ടി കേരളത്തിലെ ഒരു പ്രശസ്തമായ ധ്യാന കേന്ദ്രത്തിലേക്ക് അവരുടെ ശുശ്രൂഷകരെ ധ്യാനിപ്പിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പം ഞാൻ ഈ സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. 2005 അവസാനം ഡിസംബറിൽ ഞാൻ അച്ഛനായി. ഏതാണ്ട് 2006 മുതൽ തന്നെ ഞാൻ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് സുവിശേഷം പ്രസംഗിക്കണമെന്ന്. പക്ഷേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം എന്നെ ഞെരുക്കുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ടായിരുന്നു. മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പിടിച്ച് പുറകോട്ട് പിടിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ അതെന്നെ മാനസികമായി വല്ലാതെ തളർത്തിയിരുന്നു. പുറമേ ആർക്കും അതൊന്നും അറിയാൻ പാടില്ല, ആരോടും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലെന്നും അതൊരു സങ്കടമായിരുന്നു. അപ്പോൾ ഈ ധ്യാനകേന്ദ്രത്തിൽ ചെന്നിട്ട് ഞാൻ ആ ശുശ്രൂഷകരെ ധ്യാനിപ്പിക്കുമ്പോൾ ഈ ശുശ്രൂഷകരുടെ തീക്ഷ്ണതയും അവരുടെ ദൈവസ്നേഹവും അവർക്ക് വചനത്തോടും കർത്താവിനോടുള്ള സമർപ്പണവും അവരുടെ പ്രാർത്ഥനകളും ഇതെല്ലാം കണ്ടപ്പോൾ വീണ്ടും എൻ്റെ ഉള്ളിൽ ഈ സങ്കടം കയറി വരാൻ തുടങ്ങി. ഞാൻ ചിന്തിക്കുകയാണ്, ദൈവമേ, ഇങ്ങനെ മുഴുവൻ സമയം എല്ലാം മറന്ന് കർത്താവിന് വേണ്ടി ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരച്ഛൻ എപ്പോഴും നിരന്തരം എന്നെ കാണുമ്പോഴെല്ലാം പറയുമായിരുന്നു, ഡാനിയലെ, നീ ഇങ്ങനെയൊന്നും അല്ല, നീ ഇങ്ങനെയൊന്നും ആവേണ്ട ആളല്ല, നീ കുറച്ചുകൂടെ സമർപ്പിക്കണം കർത്താവിന്, നീ കുറച്ചുകൂടെ കർത്താവിന് കൊടുക്കണം എന്നോട്, നീ അങ്ങനെയൊന്നും നീ ഉഴപ്പി നടക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു. അദ്ദേഹം ഒരു വലിയ ഇങ്ങനെ പറയാം പ്രവാചകനൊന്നും അല്ല, ഒരു സാധാരണ അച്ഛൻ. പക്ഷേ അദ്ദേഹത്തിന് എപ്പോഴും ഇങ്ങനെ എൻകറേജ് ചെയ്യുമായിരുന്നു എന്നെ, ഇങ്ങനെ നീ കുറച്ചുകൂടെ സമർപ്പിക്കടാ, നീ മറ്റ് ആവശ്യമില്ലാത്ത എല്ലാം അതിൽ നിന്നെല്ലാം മാറിയിട്ട് നീ കർത്താവിന് കൊടുക്ക്, നീ അങ്ങനെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ നല്ലതായിട്ട് പുഷ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കറിയാം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഞാനും തൃപ്തനല്ല, ദൈവവും തൃപ്തനല്ലെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അതെന്നെ സങ്കടപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു എൻവയോൺമെൻറ്റിനകത്തേക്ക് ഈ തീക്ഷ്ണതയോടെ രാവും പകലും വേറെ എല്ലാം മറന്ന് ദൈവം കർത്താവെന്ന് പറഞ്ഞ് മാത്രം ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ചെന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടങ്ങിക്കിടന്ന ഈ വേദന, ആ പ്രയാസം ഇങ്ങനെ തികട്ടി വെളിയിലേക്ക് വന്നു. ഞാനൊരു ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് എൻ്റെ ഉള്ളിൽ ഈ വിഷമം താങ്ങാൻ പറ്റാതെ ഞാൻ ഇരുന്നപ്പോൾ, ഞാൻ അവിടെ ഒരു കൊച്ചു ചാപ്പലുണ്ട്, അതിനകത്ത് കയറി ഇരുന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കൊന്തയൊല്ലുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട് കൃത്യമായിട്ട്, ദുഃഖത്തിൻ്റെ ദിവരഹസ്യങ്ങളെ ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ച് കൊന്തയൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ 4-ാം ദിവരഹസ്യം ആയപ്പോഴേക്കും ഞാൻ പൊട്ടിപ്പോയി. ഞാൻ വാവിട്ട് കരയാൻ തുടങ്ങി. കരയുന്ന എന്തിനാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ വാവിട്ട് കരയുകയാണ്. എനിക്ക് 5-ാം ദിവരഹസ്യം ചൊല്ലാൻ പറ്റിയില്ല. ഞാനിങ്ങനെ ഇരുന്ന് ഈ പിള്ളേർ കളിപ്പാട്ടം തട്ടിപ്പറിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ കരയുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പള്ളിക്കകത്ത്. അപ്പോൾ എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ആരെങ്കിലും കണ്ടാൽ നാണക്കേടാവില്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ആ ചാപ്പലിൻ്റെ വാതിലും അടച്ച് ജനലും അടച്ചു. എന്നിട്ട് അകത്തിരുന്നിട്ട് ഞാൻ കുറേ നേരം കൂടെ കരഞ്ഞു. അപ്പോൾ എനിക്ക് പോകേണ്ട സമയമാവുന്നു. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി, മുഖമെല്ലാം കഴുകി ഞാൻ വൃത്തിയായി വെളിയിലേക്ക് വന്നപ്പോൾ അവിടെയുള്ള ഒരു ശുശ്രൂഷക, ഒരു സിസ്റ്റർ, ഒത്തിരി ദൂരെയാണ് അവർ താമസിക്കുന്നതും ആ ഒരു സെഷന് അവർ അറ്റൻഡ് ചെയ്യുന്നുമില്ല, എൻ്റെ ഈ ധ്യാനത്തിന് അറ്റൻഡ് ചെയ്യുന്നില്ല, വേറെ ചില ഉത്തരവാദിത്തങ്ങളുള്ളതുകൊണ്ട് ആ സിസ്റ്റർ ദൂരെയായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ എന്നെ ഇങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് ഓടി ഇങ്ങനെ വരികയാണ്. എന്തോ ഇങ്ങനെ തീ പിടിച്ചു എന്നൊക്കെ പറയാൻ വരത്തില്ലേ, തീ പിടിച്ചു, വണ്ടി അപകടം ഉണ്ടായി എന്നൊക്കെ പറയാൻ ഇങ്ങനെ ആളുകൾ ഓടി വരുന്നല്ലോ, വെപ്രാളപ്പെട്ട് ഇങ്ങനെ ഓടി വരികയാണ്.
അപ്പോൾ ഞാൻ നിന്നു, എന്താണെന്നറിയാൻ വേണ്ടി നിന്നപ്പോൾ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, അച്ഛനിവിടെ എന്തെടുക്കാമായിരുന്നു ചോദിച്ചു. ഞാനിവിടെ എന്തെടുക്കാമായിരുന്നു എന്ന് ഈ സിസ്റ്ററിനോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നു. എന്നാ സിസ്റ്ററിന് എന്നാ വേണ്ടേ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ നിന്നു. അപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിക്കുകയാണ്, അച്ഛാ പറഞ്ഞേ അച്ഛനിവിടെ എന്തെടുക്കാമായിരുന്നു? ഞാൻ പറഞ്ഞു, അതിപ്പോൾ എന്തിനാ സിസ്റ്റർ ചോദിക്കുന്നേ, ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഞാൻ ഗൗരവമില്ലാതെ ഞാനിപ്പോൾ ഇങ്ങനെ ഓടിക്കയറി വരുമോ ഇങ്ങനെ എന്തെങ്കിലും ഇല്ലാതെ അച്ഛൻ പറഞ്ഞേ. അപ്പം ഞാൻ പറഞ്ഞു, അത് എന്തിനിങ്ങനെ നിർബന്ധിച്ച് ചോദിക്കുന്നേ, പറഞ്ഞേ. ഞാൻ പറഞ്ഞു, ഞാൻ കരയുമായിരുന്നു. കരയുമായിരുന്നോ? എന്തിനാ കരഞ്ഞേ? ഞാൻ പറഞ്ഞ്, അതെനിക്ക് അറിയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ കരച്ചിലിൻ്റെ കാരണം. കരയുന്ന എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ അന്നേരം ആ സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ഞാനിങ്ങനെ തുണി അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാതാവ് എൻ്റെ അടുത്ത് വന്നു. നമ്മുടെ കൂട്ടൊന്നുമല്ല, മാതാവ് അവരുടെ അടുത്തൊക്കെ വരും. മാതാവ് വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മകൻ കരയുകയാണ്, നീ പോകാൻ പറഞ്ഞു. അപ്പോൾ അതെനിക്ക് അതായത് ഞാൻ കരഞ്ഞത് വേറെ ആരും, അവിടെ CCTV ക്യാമറയൊന്നുമില്ല. അപ്പം ഞാൻ കരഞ്ഞത് ഞാനും എൻ്റെ കർത്താവും അല്ലാതെ ഈ മാതാവും അല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അപ്പം ഞാൻ സീരിയസ് ആയി. അത്രയും നേരം എനിക്കുണ്ടായിരുന്ന ലാഘവത്വം വെടിഞ്ഞിട്ട് അപ്പം ഞാൻ സീരിയസ് ആയി. അപ്പോൾ ഇത് ശരിക്കും ഒരു കർത്താവിൻ്റെ തന്നെ സ്വരമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് പറഞ്ഞു, അച്ഛനിവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് എന്നോടും. അതാണ് അച്ഛൻ നോക്ക്, എൻ്റെ ദേഹത്തെല്ലാം സോപ്പ് പതയും വെള്ളവും. ഞാനിപ്പോൾ ഇങ്ങനെ ഓടി. ഞാൻ പറഞ്ഞു, സിസ്റ്റർ, ഞാൻ ഇപ്പോൾ ഈ സെഷന് കയറാൻ സമയമായി, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാം. സിസ്റ്റർ എന്തായാലും ഈശോ എൻ്റെ അടുത്തോട്ട് വരാൻ പറഞ്ഞല്ലേ, നമുക്ക് പ്രാർത്ഥിക്കാം, വൈകിട്ട് 4 മണിക്ക് ഇരിക്കാമെന്ന് പറഞ്ഞ് 4 മണി മുതൽ ഏതാണ്ടൊരു 5:45 വരെ ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു. നല്ല കർത്താവിൽ നിന്ന് നല്ല സ്വരവും ദൈവസ്വരവും സന്ദേശങ്ങളൊക്കെ കിട്ടുന്ന ഒരു സിസ്റ്ററാണ്. പക്ഷേ ഞാനിരിക്കുമ്പോൾ ഒരു സാധനവും വരുന്നില്ല. മനസ്സിലായോ? അങ്ങനെ ആ സിസ്റ്റർ ഇരുന്ന് വിഷമിക്കുകയാണ്. ഞാൻ വിചാരിച്ച, ദൈവമേ, ഇത് വലിയ ബുദ്ധിമുട്ടായി പോയല്ലോ എന്ന് ഞാൻ ഓർത്തു. ഒന്നാമതേ സങ്കടം, ഇനി അനുകൂടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒട്ടും ദൈവം സംസാരിക്കുന്നുമില്ല. അവസാനം ആ സിസ്റ്റർ ഒത്തിരി വിഷമിച്ചു. പിന്നെ ഇരുന്ന് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആ സിസ്റ്റർ പെട്ടെന്ന് എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. അച്ഛാ അച്ഛൻ്റെ സങ്കടം എന്താണെന്ന് ഞാൻ പറയട്ടെ, എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അച്ഛൻ ഇങ്ങനെ മുന്നോട്ട് ഫ്ലൈറ്റ് പൊങ്ങുന്ന പോലെ പൊങ്ങാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അച്ഛനിങ്ങനെ പുറകോട്ട് പിടിച്ചു വച്ചിരിക്കുകയാണ്, മുന്നോട്ട് പോവാതെ. അങ്ങനെ മുന്നോട്ട് പോകാതെ അച്ഛനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. 2 ചങ്ങലകളുണ്ടെന്ന് പറഞ്ഞു. 2 ചങ്ങലകൾ. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ചങ്ങല എന്താണെന്ന് അറിയണ്ടേ ഇനി. അപ്പോൾ വീണ്ടും ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു തന്നു, സൂക്ഷ്മം പോലെ. ഇതൊക്കെ നമ്മൾ ഈ ഊഹിച്ച് പറയുന്നതും ദൈവം പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്തെന്നറിയാമോ? അത് കറക്റ്റാണ്. 2 കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഒന്ന്, അച്ഛൻ ഈശോ ഏകരക്ഷകനല്ലെന്ന് പരസ്യമായിട്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടായിരുന്നു. 2, തിരുസഭയെയും വൈദികരെയും പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസത്തെയും കടന്നാക്രമിക്കുന്ന തികച്ചും നിരീശ്വരവാദിയും ലൗകികവാദിയുമായ ഒരു സുവിശേഷ വിരുദ്ധൻ്റെ 36 പുസ്തകങ്ങൾ അച്ഛൻ്റെ ഷെൽഫിലുണ്ടെന്ന് പറഞ്ഞു. സത്യമാ, ഉണ്ടായിരുന്നു. ഞാൻ ഈ തിരുവനന്തപുരത്ത് സ്ട്രീറ്റിൽ പുസ്തകങ്ങൾ വയ്ക്കുന്ന ചേട്ടന്മാരുണ്ട്, തമിഴന്മാർ. അവരുമായിട്ട് ചങ്ങാത്തമുണ്ട്. അതുകൊണ്ട് എല്ലാ വ്യാഴാഴ്ചയും സെമിനാരിയിൽ നിന്ന് പോകുമ്പോൾ ഈ പഴയ പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ഒരു ഓതറാരെന്ന് ഞാൻ പറയുന്നില്ല, ഒരു എഴുത്തുകാരൻ്റെ പുസ്തകങ്ങൾ അത് ഞാൻ വാങ്ങിച്ചു കൂട്ടുമായിരുന്നു. എന്നിട്ടിരുന്ന് വായിക്കും. സുവിശേഷമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത, സുവിശേഷ വിരോധിയായ, ക്രിസ്തുവിനെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ പുസ്തകങ്ങൾ. എനിക്കത് മനസ്സിലായി. എന്നെ പുറകോട്ട് വലിക്കുന്ന ചങ്ങലകൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാനത് ചെന്ന് കുമ്പസാരിച്ചിട്ട് ഞാൻ തിരിച്ച് ചെന്നിട്ട് ഞാൻ ഇനി ഈശോയെ ഏറ്റുപറയും എന്ന് ഞാൻ തീരുമാനിച്ചു. രണ്ടാമത്തേത്, ഞാൻ ഈ പുസ്തകങ്ങൾ എണ്ണിയെടുത്തു. അങ്ങനെ ആ 36 പുസ്തകങ്ങൾ എണ്ണിയെടുത്ത് ഞാൻ താമസിച്ചിരുന്ന മുറിയുടെ മുമ്പിലിട്ട് ഞാൻ കത്തിച്ചു. കർത്താവിനോട് മാപ്പ് ചോദിച്ചു. ഞാൻ നിങ്ങളോട് ഇതെൻ്റെ സാക്ഷ്യമാണ്. പിന്നെ എൻ്റെ യാത്രയുടെ വേഗം വളരെ കൂടുതലായിരുന്നു.
പിന്നെ ഞാൻ ഓടിയ ഓട്ടത്തിന് കൈയും കണക്കുമില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് പിന്നെ ഞാൻ വിമാനം പൊങ്ങുന്ന പോലാണ് സുവിശേഷത്തിന് വേണ്ടി ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചത്. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ ഇതൊക്കെ ജീവിതത്തിൻ്റെ 100 നേരുള്ള അനുഭവങ്ങളിൽ നിന്നാണ് പറയുന്നത്. പിടിച്ച് പുറകോട്ട് വെച്ചിട്ടുണ്ട്, നമ്മൾ അറിയത്തില്ല, പുറകോട്ട് പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മുടെ കാരണങ്ങളുണ്ട്, ഇനി പോയ കാലത്തിൻ്റെ തലമുറകളുടെ കാരണങ്ങളുണ്ട്. ഇതിങ്ങനെ ചില കാര്യങ്ങൾ നിഴല് പോലെ നമ്മുടെ പിന്നാലെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് നമ്മൾ ഈ ഭൂതകാലത്തിൽ നിന്ന് നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മളെ ഇങ്ങനെ പിടിച്ച് പുറകോട്ട് വലിക്കുന്ന ഈ ശാപശക്തികളിൽ നിന്ന് മോചിപ്പിക്കാനാണ് യേശു കുരിശിൽ മരിച്ചത്. ആ സ്വാതന്ത്ര്യം വീണ്ടെടുക്കണമെങ്കിൽ നമ്മൾ അതെന്താണെന്ന് അറിയണം. അപ്പം അതുകൊണ്ട് മറ്റു ചില വചനങ്ങൾ വായിക്കാം. നിയമാവർത്തനം 28:45 വായിച്ചാണ്, ഒന്നുകൂടെ വായിക്കാം. നിയമാവർത്തനം 28:45 പെട്ടെന്ന് വായിക്കാം. നീ നശിക്കുന്നത് വരെ ഈ ശാപങ്ങളെല്ലാം നിന്റെ മേൽ പതിക്കും, ഇവ നിന്നെ വേട്ടയാടി പിടിക്കും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് നീ കേട്ടില്ല, അവിടുന്ന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും പാലിച്ചില്ല. അടുത്ത വാക്യം നിയമാവർത്തനം 29:20. നിയമാവർത്തനം 29:20 എടുത്ത് വായിച്ചേ. നിയമാവർത്തനം 29:20 വായിക്കാം. എന്നാൽ കർത്താവ് അവനോട് ക്ഷമിക്കുകയില്ല, കർത്താവിൻ്റെ കോപവും അസൂയയും അവനെതിരെ ജ്വലിക്കും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന, കണ്ടോ, അതാണ് നിയമത്തിന്റെ ശാപം എന്താണെന്ന് ഞാൻ വിശദീകരിക്കുകയാണ്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും. അപ്പൊ എന്താണ് നിയമത്തിന്റെ ശാപം? പറ. ഏത് പുസ്തകത്തില്? ഈ പുസ്തകത്തിനകത്ത് ശാപകരമാണ് എന്ന് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതാണ് നിയമത്തിന്റെ ശാപം. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. അപ്പൊ എന്താണ് നിയമത്തിന്റെ ശാപം? ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ശാപം. വായിക്കാം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവന്റെ മേൽ പതിക്കും, കർത്താവ് ആകാശത്തിന്റെ കീഴിൽ നിന്ന് അവന്റെ നാമം തുടച്ചു മാറ്റും. ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഉടമ്പടിയുടെ ശാപങ്ങൾക്ക് അനുസൃതമായി, കണ്ടോ, ഉടമ്പടിയുടെ ശാപങ്ങൾക്ക് അനുസൃതമായി അവനെ നശിപ്പിക്കുന്നതിന് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് അവനെ മാറ്റി നിർത്തും. ഇനി മറ്റൊരു വചനം വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം എടുക്കാം. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 11-ാമത്തെ വാക്യം. ദാനിയേൽ 9:11. ദാനിയേൽ 9:11 വായിക്കാമോ? ദാനിയേൽ വായിക്കാം, ഉറക്കെ വായിക്കാം. ഇസ്രായേൽ ജനം മുഴുവൻ അങ്ങയുടെ നിയമം ലംഘിച്ച് അങ്ങയുടെ സ്വരം ശ്രവിക്കാതെ വഴിതെറ്റിപ്പോയി. ഞങ്ങൾ അവിടുത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ശാപവും ശിക്ഷയും ഞങ്ങളുടെ മേൽ ചൊരിയപ്പെട്ടു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിയമത്തിൻ്റെ ശാപം എന്താന്ന്? ഞാൻ ഇതുവരെയും പറഞ്ഞിട്ട് ആർക്കും ഇത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഇത് നിങ്ങളോട് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇത് ഈ വചനമൊക്കെ എടുത്തിട്ട് പറയുന്നത്. ഈ നിയമത്തിൻ്റെ ശാപം എന്താണെന്ന് ഞാൻ ഒത്തിരി സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എന്താണ് നിയമത്തിൻ്റെ ശാപം. പിന്നെ അവർ പേടിച്ച് വിഷമിച്ച് സ്വാതന്ത്ര്യം ഇല്ലാതെ ബന്ധനം അഴിയാതെ ജീവിച്ചു പോവുകയാണ്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം ഈശോയുടെ അടുത്തേക്ക് വന്നാൽ മതി. സ്വാതന്ത്ര്യം 6 മിനിറ്റ് കൊണ്ട് തീരാവുന്ന പ്രശ്നമാണ് 60 കൊല്ലമായിട്ട് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് ഇത് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്, അത്രയും ബോധ്യത്തോടാണ് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവൻ അങ്ങയുടെ നിയമം, ഉറക്കെ വായിച്ച്, ഇസ്രായേൽ ജനം മുഴുവൻ അങ്ങയുടെ നിയമം ലംഘിച്ച് അങ്ങയുടെ സ്വരം ശ്രവിക്കാതെ വഴിതെറ്റിപ്പോയി. ഞങ്ങൾ അവിടുത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ശാപവും ശിക്ഷയും ഞങ്ങളുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇനി ഒരു വചനം കൂടെ വായിക്കാം ഈ ഒരു കാര്യം മനസ്സിലാവാൻ വേണ്ടി. ബാറൂക്കിന്റെ പുസ്തകം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. ബാറൂക്ക് 1:20 വായിച്ചേ. ബാറൂക്ക്, അതായത് ജെറമിയ വിലാപങ്ങൾ. ബാറൂക്ക് 1-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കാമോ? 1:20 വായിച്ചേ. തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തിന് അവകാശികളാക്കാൻ വേണ്ടി ഞങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്ത് ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ തൻ്റെ ദാസനായ മോശ വഴി കർത്താവ് അരുളി ചെയ്ത ശാപങ്ങളും അനർത്ഥങ്ങളും ഇന്നും ഞങ്ങളുടെ മേൽ
ഉണ്ട്. കണ്ടോ, ആ ജനത തിരിച്ചറിയുകയാണ്, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നപ്പോൾ തന്റെ ദാസനായ മോശ വഴി ദൈവം അരുളി ചെയ്ത ശാപങ്ങളും അനർത്ഥങ്ങളും ഇന്നും ഞങ്ങളുടെ തലയിൽ ഉണ്ട്. അവർ തിരിച്ചറിയുകയാണ്. ഇനി നമ്മൾ വേഗം പോകണം. ബൈബിളിലെ ശാപത്തിൻ്റെ വചനങ്ങൾ ഞാൻ എല്ലാം എടുക്കാൻ എനിക്ക് പറ്റില്ല, പക്ഷെ എനിക്ക് പ്രധാനപ്പെട്ടെന്ന് തോന്നിയത് ഞാൻ വേഗം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അത് മനസ്സിലാവുമ്പോൾ നമ്മൾ എന്താണ് നമ്മളെ അലട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വായിക്കാം. ബൈബിളിലെ ആദ്യത്തെ ശാപത്തിൻ്റെ വാക്ക് ഉൽപ്പത്തി പുസ്തകത്തിലാണ്, 3-ാം അധ്യായത്തിലാണ്. അത് ഉച്ചരിക്കപ്പെടുന്നത് സർപ്പത്തോടാണ്, പാമ്പിനോടാണ്, പിശാചനോടാണ്. ബൈബിളിലെ ആദ്യത്തെ ശാപത്തിൻ്റെ വാക്ക് അത് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കാം. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊട്ടി തിന്നും. ഇനി അത് വിശദീകരണം ആവശ്യമില്ല. 3:17 ആദ്യത്തെ മനുഷ്യനോട് ഒരു ശാപം ഉച്ചരിക്കപ്പെടുകയാണ്. ആദ്യ പാപം ചെയ്തു കഴിയുമ്പോൾ ഒരു ശാപം ഉച്ചരിക്കപ്പെടുകയാണ്. ആ ശാപം വായിക്കാം. ഉൽപ്പത്തി 3-ാം അധ്യായം 17-ാം തിരുവചനം. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നത് കൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും. മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമ്മൾ ഈ ദൈവകൽപ്പനകൾ ലംഘിച്ച മനുഷ്യന് മാത്രമല്ല ഉപദ്രവം ചെയ്തത്, പിന്നെ ആർക്കാണ്? ഈ മണ്ണിന് കൂടെ ഉപദ്രവം ചെയ്തു. അതുകൊണ്ട് നമുക്ക് വിശ്വാസികൾക്ക് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് നമ്മൾ ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞിട്ടില്ലേ, അച്ഛാ വീട് എന്ത് ചെയ്തു, വസ്തു വാങ്ങി, വീട് വെച്ച് താമസം തുടങ്ങി, അന്നേരം മുതൽ വീട്ടിലെ കഷ്ടകാലം തുടങ്ങി. ഇത് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അത് വെറുതെ പറയുന്നതല്ല, അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ട്. ചില ആളുകൾ ചില സ്ഥലങ്ങളിൽ ചില വീടുകളിൽ താമസിക്കുന്ന സമയത്ത് എന്നും പ്രശ്നമാണ്. ഇതിനെയൊന്നും നമ്മളിനി കൂടുതൽ ഒന്നും അതിനെയൊന്നും എന്താ പറയുക, അതിനെയൊന്നും എതിർക്കാൻ നിൽക്കണ്ട. അതൊക്കെ അത്രയ്ക്കും സത്യമാണ്. എല്ലാ സ്ഥലവും ഒരുപോലല്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം 5 ദിവസത്തെ കൺവെൻഷൻ ആണെങ്കിൽ, 3 ദിവസത്തെ കൺവെൻഷൻ ആണെങ്കിൽ, 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം ഈ വചനം എല്ലാം ഇങ്ങനെ വന്ന് പ്രാർത്ഥന, ആരാധന എല്ലാം, കുർബാന എല്ലാം കഴിയുമ്പോഴത്തേനും അന്തരീക്ഷം മുഴുവൻ മാറും. വ്യത്യാസം വരും. പ്രത്യേകിച്ച് നമുക്ക് ഈ ധ്യാനകേന്ദ്രമൊക്കെ തുടങ്ങുന്ന കാലത്ത് നമുക്ക് അവിടെ ചെന്ന് നിന്നാൽ അവിടുന്ന് ഓടാൻ തോന്നും. അതുപോലാണ്. പക്ഷേ രാവും പകലും ആരാധന, പ്രാർത്ഥന, 24 മണിക്കൂർ വചനം, എപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനകൾ, വ്യത്യസ്തമായ ചാപ്പലുകളിൽ പ്രാർത്ഥനകൾ, ഇങ്ങനെ പ്രാർത്ഥിച്ച് കാലുകുത്തിയാൽ അഭിഷേകം വരും. അതുപോലെ സ്ഥലം മാറും. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് മനുഷ്യന്റെ തിന്മ വീണ് മണ്ണ് അശുദ്ധമാവും. ഇത് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. അപ്പോൾ അതിങ്ങനെ ഇത് പറയുകയാണ്, ഈ മണ്ണിൻ്റെ മേൽ, പ്രകൃതിയുടെ മേൽ, പ്രപഞ്ചത്തിൻ്റെ മേൽ, ദേശത്തിൻ്റെ മേലെല്ലാം ഈ തിന്മയുടെ ശാപങ്ങൾ കിടപ്പുണ്ട്. അത് ഒത്തിരി ഉണ്ട്. അത് നമ്മൾ തള്ളിക്കളയാൻ പറ്റുന്നതല്ല. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 11 വായിച്ചേ. ഉൽപ്പത്തി 4:11 വായിച്ചേ. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വായ് പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. അതായത് നിന്റെ സഹോദരൻ്റെ ചോര വീണ മണ്ണിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കണ്ടോ, ആ മണ്ണിന് ഒരു ശാപം ഉണ്ടാവണം. വേറൊരു വചനം വായിക്കാം. യെശയ്യാ പ്രവചനത്തിൻ്റെ 24-ാമത്തെ അധ്യായം എടുക്കാം. യെശയ്യാ 24 എടുത്തേ. യെശയ്യാ 24:4 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. യെശയ്യാ 24:4 മുതൽ, ഐസയ്യാ 24, യെശയ്യാ 24:4 മുതൽ വായിക്കാമോ? ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ച് പോകുന്നു, ലോകമാകെ വാടിക്കൊഴിയുന്നു, ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു, ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കണ്ടോ. ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. ഭൂമി എങ്ങനെയാണ് അശുദ്ധമായത്? ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകൾ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. 6-ാമത്തെ വാക്യം. അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു, ചുരുക്കം പേർ മാത്രം അവശേഷിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ.
കണ്ടോ, മനുഷ്യന്റെ പാപം നിമിത്തം ഭൂമിയിൽ ശാപം നിറയുന്നു. ഇതിന് വേറൊരു വചനം വായിക്കാം. ജെറമിയ പ്രവചനം 23-ാം അധ്യായം 10-ാമത്തെ വാക്യം. ജെറമിയ 23:10. ജെറമിയ 23:10. വായിച്ചോ. നാട് മുഴുവൻ വ്യഭിചാരികളെ കൊണ്ട് നിറയുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ശാപം നിമിത്തം നാട് വിലപിക്കുന്നു. കണ്ടോ, ഒരു പ്രത്യേക തിന്മ പറഞ്ഞിട്ട് പറയുകയാണ്, ആ തിന്മ ദേശത്ത് പെരുകിയപ്പോൾ അതുമൂലം ദേശത്ത് ശാപം നിറഞ്ഞു. നാട് മുഴുവൻ വ്യഭിചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ശാപം നിമിത്തം നാട് വിലപിക്കുന്നു. മരുഭൂമിയിലെ മേച്ചിസ്ഥലങ്ങൾ കരിയുന്നു. അവരുടെ മാർഗം ചീത്തയും അവരുടെ ശക്തി അനീതി നിറഞ്ഞതുമാണ്. ഇനി അടുത്തത് ജെറമിയ 44 വാക്യം 22. ജെറമിയ 44:22. ഉറക്കെ വായിക്കാമോ? ജെറമിയ 44:22 വായിച്ചേ. നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളും മ്ലേച്ഛതയും കർത്താവിന് അസഹ്യമായി തീർന്നു. ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളും മ്ലേച്ഛതയും കർത്താവിന് അസഹ്യമായി തീർന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ദേശം ഇന്നും വിജനവും ശാപഗ്രസ്തവും ബീഭത്സവുമായിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇതാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ശാപം എന്ന് പറയുന്നത് വ്യക്തികളിൽ മാത്രമല്ല, ദേശത്തും മണ്ണിലും സ്ഥലങ്ങളിലുമെല്ലാം മനുഷ്യന്റെ തിന്മ മൂലം ശാപം നിറഞ്ഞിട്ടുണ്ട്, നിറയാൻ സാധ്യതയുണ്ട്. ഇത് ഒരു കാര്യം. ഇനി വേറൊരു കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ ദൈവം പറഞ്ഞു, എന്ത് ചെയ്തു? ദൈവം തൻ്റെ ജനതയെ തിരഞ്ഞെടുത്ത സമയത്ത് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അബ്രാഹത്തോട് പറയുകയാണ്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ശ്രദ്ധിക്കണം, നമ്മളിങ്ങനെ ശാപത്തെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ചിന്തിക്കരുത്, അതുകൊണ്ട് നമ്മളെല്ലാവരും ശപിക്കപ്പെട്ടവരാണ്, നമുക്കിനി ഒരു പ്രതീക്ഷയില്ല എന്നൊരു ചിന്തയിലേക്ക് നിങ്ങൾ വരരുത്. അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ഘട്ടത്തിൽ ഇതിൻ്റെ മറുവശത്തിലേക്ക് നിങ്ങളെ ഒന്ന് ക്ഷണിക്കുകയാണ്. നമ്മൾ ശാപത്തെ കൂടുതൽ ഇനി കാണുന്ന സമയത്ത് നമ്മളിനി ഇങ്ങനെ അയ്യോ ഞങ്ങളെല്ലാം ശപിക്കപ്പെട്ടവരാണ് എന്ന് ചിന്തിച്ച് നിങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒരു മറുവശം കൂടി ഇതിനോട് ചേർത്ത് ഞാൻ കാണിക്കുകയാണ്. അതായത് ദൈവം പറഞ്ഞു, അബ്രാഹത്തോട് എന്ത് പറഞ്ഞു? ഞാൻ നിന്നെ ശപിക്കുമെന്നല്ല പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ. അതായത് ഒത്തിരി ആളുകളുടെ മനസ്സിലൊരു ഭയമുണ്ട്, ആളുകൾ എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾക്ക് ശാപമോ ദുരിതമോ ഉപദ്രവമോ ഉണ്ടാക്കുമോ, മനുഷ്യർ ഞങ്ങളെ ശപിക്കുമോ, അല്ലെങ്കിൽ മനുഷ്യരുടെ ശാപം ഞങ്ങളെ വേട്ടയാടുമോ. ഇതുണ്ട്, അതിനകത്ത് കുറച്ച് വാസ്തവമുണ്ട്. പക്ഷെ മറുവശം കൂടെ നമ്മൾ കാണണം. കർത്താവ് അബ്രാഹത്തിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. ശ്രദ്ധിക്കണേ, അബ്രാഹത്തിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. അതായത് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ശപിക്കും. മെസ്സേജ് എന്താണെന്നറിയാം? ശ്രദ്ധിക്കണേ, മെസ്സേജ് ഇതാണ്. അതായത് ദൈവം അനുഗ്രഹിച്ചവരുടെ കൂടെ നിന്നാൽ നമ്മളും അനുഗ്രഹിക്കപ്പെടും. ദൈവം അനുഗ്രഹിച്ചവരെ ശപിച്ചാൽ നമ്മളും ശപിക്കപ്പെടും. പ്രത്യേകം മനസ്സിലാക്കണം. ഇത് യഹൂദർ എന്നൊരു ജനതയെ മൊത്തമായിട്ട് ദൈവം കണ്ടുകൊണ്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ബ്ലെസ്സിംഗ് ആണ്. യഹൂദ ജനത ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയാണ്. ഒരു സംശയം വേണ്ടതിന്. യഹൂദരെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. സംശയമുള്ളൊരു റോമാലേഖനം 9, 10, 11 വായിച്ചാൽ മതി. യഹൂദരെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ജനത ദൈവം തിരഞ്ഞെടുത്തൊരു ജനതയാണ്. ആ ജനതയെ ശപിച്ചാൽ ശപിക്കുന്നവർ ശപിക്കപ്പെടും. ഇത് ദൈവവചനമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതൊരു യഹൂദരെ പ്രാർത്ഥനകളിലൊന്നും യഹൂദരെ ചീത്ത വിളിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. അത് നമുക്ക് തന്നെ ശാപാവും. യഹൂദരെ മനസ്സിലായോ? യഹൂദരെല്ലാം കൂടെ കർത്താവിനെ കൊന്നിട്ടില്ല. ജെറുസലേമിലെ കുറച്ച് യഹൂദർ, അല്ല യഹൂദ ജനം മുഴുവൻ കർത്താവിനെ കൊന്നിട്ടില്ല. ആന്റി സെമിറ്റിസിസം എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ആന്റി സെമിറ്റിസിസം എന്ന് പറഞ്ഞാൽ ഈ യഹൂദരോടുള്ള യഹൂദ വിരോധം. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ശാപം വരുത്തുന്നൊരു സംഗതിയാണ്. അബ്രാഹത്തിന് കൊടുത്ത ഒരു അനുഗ്രഹമാണ്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അതായത് അതിന് കാരണം എന്താ പറയുക? ലോജിക്ക് ഇതാണ്. ദൈവം ആരെ തെരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചാലും സാത്താൻ അവരെ എല്ലാ അർത്ഥത്തിലും ഉപദ്രവിക്കാൻ നോക്കും. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? തെരഞ്ഞെടുത്ത എല്ലാവർക്കും ദൈവം ഒരു സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. അതായത് അവരെ ആര് ശപിച്ചാലും ആ ശപിക്കുന്നവർ ശപിക്കപ്പെടും.
അവരെ ആര് ശപിച്ചാലും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജനതയ്ക്ക് ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തോണം. തിരഞ്ഞെടുക്കപ്പെട്ട ജനതയ്ക്ക് ഇങ്ങനെ ഒരു അവകാശമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ അബ്രാഹത്തിനോട് പറയുകയാണ്. അപ്പോൾ ആ വചനങ്ങളൊന്ന് കാണാം, പെട്ടെന്ന് വായിച്ചു പോവാം. ഉൽപ്പത്തി 12:3, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ഇനി സംഖ്യ 22:12, ഞാൻ അതിന് ചില വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചു പോവാണ്. സംഖ്യ 22:12 വായിക്കാമോ? സംഖ്യ 22:12. ദൈവം ബാലാമിനോട് അരുളി ചെയ്തു, നീ അവരോടുകൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കരുത്, എന്തെന്നാൽ അവർ അനുഗ്രഹീതരാണ്. നീ അവരോടുകൂടെ പോകരുത്, ഈ ജനത്തെ ശപിക്കരുത്, എന്തെന്നാൽ അവർ അനുഗ്രഹീതരാണ്. ഇനി ഉൽപ്പത്തി 27:29 പെട്ടെന്ന് വായിച്ചോ. ഉൽപ്പത്തി 27:29, ഉൽപ്പത്തി 27:29 വേഗം വായിച്ചേ. ധാന്യവും വീഞ്ഞും സമൃദ്ധമാവട്ടെ, ജനതകൾ നിനക്ക് സേവ ചെയ്യട്ടെ, രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ തലകുനിക്കട്ടെ, നിന്റെ സഹോദരർക്ക് നീ നാഥനായിരിക്കുക, നിന്റെ അമ്മയുടെ പുത്രന്മാർ നിന്റെ മുമ്പിൽ തലകുനിക്കട്ടെ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവനും അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനും ആകട്ടെ. ഇനി എഴുതി വെച്ചോ, സംഖ്യ 24:9 വായിക്കുന്നില്ല, പോകണം, ഒത്തിരി പോകാനുണ്ട്. സംഖ്യ 24:9, സങ്കീർത്തനങ്ങൾ 109:17, സങ്കീർത്തനങ്ങൾ 109:17. ഇനി അതെഴുതി വെച്ചിട്ട് ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാക്യം, സുഭാഷിതങ്ങൾ 26:2, സുഭാഷിതങ്ങൾ 26:2, സുഭാഷിതങ്ങൾ 26:2. നിങ്ങൾ, എനിക്കറിയാം ഇത് ക്ലേശകരമാണ് ഇങ്ങനെ എടുത്ത് വായിച്ചു പോകുന്നത്, കേട്ടിരിക്കുന്ന പോലെ ഒരു സുഖമില്ല. പക്ഷേ ഇത് നിങ്ങൾ ഈ വളരെ കഠിനമായ ഈ പ്രയത്നത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹം വലുതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ ക്ലേശത്തിലേക്ക് ക്ഷണിക്കുന്നത്. നിങ്ങൾ മനസ്സോടെ എടുത്ത് വായിക്കണം. സുഭാഷിതങ്ങൾ 26:2, സുഭാഷിതങ്ങൾ 26:2 വായിക്കാം. പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മെയ്വൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും ഏശുന്നില്ല. കണ്ടോ, അകാരണമായ ശാപം ഏൽക്കുകയില്ല. എപ്പോഴും ഓർത്തിരിക്കണം. അതായത് എവിടെങ്കിലും ഒരു ശാപം നമ്മുടെ പുറകിലുണ്ടെങ്കിൽ അതിന് ഒരു കാരണം ഉണ്ടാവും. എവിടെങ്കിലും ഒരു ശാപം ഉണ്ടെങ്കിൽ അതിന് വെറുതെ ആരും ശപിക്കപ്പെടില്ല, വെറുതെ ഒരു ശാപം പുറകെ വരില്ല. അതിനെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തലമുറയിൽ അതിനൊരു വേരുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ദൈവവചനത്തിലൂടെ കടന്നു പോകേണ്ടത്. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ശാപശക്തികൾ നമ്മളെ പുറകോട്ട് പിടിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാനും യേശുവിൻ്റെ രക്തത്താൽ വിമോചനം പ്രാപിക്കാനും പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ യാത്രയ്ക്ക് തയ്യാറാവുന്നത്. പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മെയ്വൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും യേശുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മൾ ശാപത്തിന് എന്തൊക്കെയാണ് 1, 2, 3, 4, 5 എന്തൊക്കെയാണ് നമ്മൾ ശപിക്കപ്പെടാൻ അല്ലെങ്കിൽ ശാപം വരാനുള്ള ബൈബിൾ പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അതിന് നിങ്ങൾ എടുക്കേണ്ടത് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 27-ാമത്തെ അധ്യായമാണ്. അതൊരു പ്രധാനപ്പെട്ട പാസേജാണ് ഈ വിഷയത്തിൽ. അതിൻ്റെ തലക്കെട്ട് തന്നെ 12 ശാപങ്ങൾ എന്നാണ്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ 12 മുതൽ, നിയമാവർത്തനം 27:12 മുതൽ വായിക്കാമോ? നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ജനത്തെ അപ്പോൾ 15 മുതൽ വായിച്ചോ. 15 മുതൽ. കർത്താവിന് നിന്ദ്യമായ ശില്പവേല, കൊത്തിയോ വാർത്തോ ഉണ്ടാക്കിയ വിഗ്രഹം രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പോൾ ജനമെല്ലാം ആമേനെന്ന് ഉത്തരം പറയണം. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ കാരണം അതാണ്. ഒന്നാമത്തെ കാരണം ഒന്നാം പ്രമാണ ലംഘനം. ഒന്നാമത്തെ കാരണം ശാപത്തിൻ്റെ കണക്കെടുപ്പ് നടത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒന്നാമത്തെ കാരണം ഒന്നാം പ്രമാണ ലംഘനം. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? ഒന്നാം പ്രമാണ ലംഘനമായിരുന്നു. എന്താ ഞാൻ ചെയ്തത്? എന്താ ഈ 2 കാര്യങ്ങളിലും ഞാൻ ചെയ്തത് എന്താണ്? ഒന്നാം പ്രമാണ ലംഘനമായിരുന്നു. അതെന്താണത്? ഒന്ന്,
ഞാൻ യേശു ഏകരക്ഷകനല്ല, എല്ലായിടത്തും സത്യമുണ്ട്, സത്യത്തിന് യേശു മാത്രമല്ല വഴി എന്ന് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് എന്താണ്? ആ ഏകസത്യ ദൈവമായ കർത്താവായ യേശുവിനെയും പിതാവിനെയും പുത്രനെയും മാനിക്കാത്ത വായനകളും ചിന്തകളുമായിരുന്നു എൻ്റെ വഴികളിലുണ്ടായിരുന്നത്. അപ്പം അത് തികച്ചും വ്യക്തമായ ഒന്നാം പ്രമാണ ലംഘനമാണ്. എന്നെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരുന്നത് എന്താണ്? ഒന്നാം പ്രമാണ ലംഘനമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇത് നിസാരമല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിസാരമല്ല. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ജാതകം എഴുതുന്നതും ജ്യോതിഷം നോക്കുന്നതും വാസ്തു നോക്കുന്നതും 1-ാം തീയതി നോക്കുന്നതും പിന്നെ പൂച്ച കുറുക്കിയാടുന്നതും പല്ല് ചലയ്ക്കുന്ന പോലെ അന്ധവിശ്വാസങ്ങളും കൈ നോക്കുന്നതും പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോൾ അവിടെ ഇവിടെയും പോകുന്നതും ഒക്കെ ഈ കേരളത്തിൽ ഇത് സർവ്വസാധാരണമായൊരു സമ്പ്രദായമായിട്ട് മാറിയിരിക്കുകയാണ്. സർവ്വസാധാരണം എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണം. നമുക്ക് അത്ഭുതം തോന്നും. വലിയ വിശ്വാസികളെന്ന് നമ്മൾ മനസ്സിൽ കരുതിയിരുന്ന ആളുകളിൽ പലരും പോലും ഇതിൻ്റെ അടിമകളാണ്. അടിമകളാണ്, ഈ അന്ധവിശ്വാസങ്ങളുടെ അടിമകളാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ വിശ്വാസിക്ക് ആ വ്യക്തിയെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിൽ എത്താൻ പറ്റില്ല. കറ കളഞ്ഞ ഏകസത്യ ദൈവ വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തിന് മാത്രമേ നമ്മളെ മുന്നോട്ട് ക്വാളിറ്റിയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇതിങ്ങനെ പുറകോട്ട് പിടിച്ച് കിടക്കും. ഒത്തിരി അനുഭവമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. പുറകോട്ട് ഇങ്ങനെ പിടിച്ച് കിടക്കും. എന്നോട് ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരന് ഒരിക്കൽ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ഈ 6-ാം പ്രമാണ ലംഘനത്തിൽ എനിക്ക് ഭയങ്കര പ്രലോഭനങ്ങൾ വന്നിട്ട് എനിക്ക് പറ്റുന്നില്ല, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഞാൻ ഇപ്പോഴും വീണ് പോവാണ്, അശുദ്ധ ഭാവത്തിൽ ഞാൻ വീണ് പോവാണ്. അങ്ങനെ അദ്ദേഹം ഇത് വേദനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവമേ, എനിക്ക് ഈ പാപം ചെയ്യേണ്ട, പക്ഷേ ഞാൻ വീണു പോവാണ്, എനിക്ക് ബലമില്ല, ഞാൻ വീണു പോവാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഒരിക്കൽ ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാര്യം കാണിച്ചു കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ അപ്പൻ എല്ലാ കൊല്ലവും ഒരു അന്യദൈവ ആരാധനയ്ക്ക് അങ്ങനെ ഒരുങ്ങി അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുങ്ങി എല്ലാ കൊല്ലവും പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പം ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പം അപ്പൻ അങ്ങനെയൊന്നും പോകുന്നൊന്നുമില്ല, പക്ഷേ അപ്പൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള വിശ്വാസം കിടപ്പുണ്ട്. അപ്പോൾ ഈ കാര്യം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ എന്ത് ചെയ്യുന്നറിയാമോ? കുറേ നാളത്തേക്ക് മാസങ്ങൾ ഇദ്ദേഹം പരിശുദ്ധ കുർബാനയിൽ പോയി സംബന്ധിക്കുമ്പോൾ അപ്പന് വേണ്ടി കരുണയാചിച്ച് പ്രാർത്ഥിച്ചു. ഇത് ഇങ്ങനെ ഈ കെട്ടഴിഞ്ഞ് പോകുന്നത് നമുക്ക് അത്ഭുതം തോന്നും. അപ്പന് വേണ്ടി കരുണയാചിച്ച് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അച്ഛാ, ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്ന ആ പ്രശ്നം സമ്പൂർണമായി എന്നെ വിട്ടുപോയി. എനിക്കിപ്പോൾ ആ മേഖലയിൽ ശക്തമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ദൈവം ഇത് വർഷങ്ങളായി എന്നോട് പറഞ്ഞിട്ട് ഇപ്പോഴും ആളെ എനിക്കറിയാം. അതായത് വലിയ ഒരു തുറവി, ഒരു അഭിഷേകം ഈ മേഖലയിൽ, അതായത് ഈ അശുദ്ധഭാവത്തിൽ വീണു പോകുന്ന, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം, 1-ാം പ്രമാണ ലംഘനവും 6-ാം പ്രമാണ ലംഘനവും തമ്മിൽ ഇൻട്രിൻസിക്കലി കണക്റ്റഡ് ആണ്. എവിടെ 1-ാം പ്രമാണ ലംഘനം ഉണ്ടോ അവിടെ 6-ാം പ്രമാണ ലംഘനം ഉണ്ടാവും. ഒരു സംശയം വേണ്ട. അത് ബൈബിൾ, എൻ്റെ ഭാഷയല്ല, അത് ഐഡലട്രി വിൽ ലീഡ് ടു അഡൽറ്ററി. ഇത് ബൈബിളിൻ്റെ ഭാഷയാണത്. വിഗ്രഹാരാധന വ്യഭിചാരത്തിലേക്ക് നയിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇത് ബൈബിൾ എപ്പോഴും ഒന്ന് മാറും. ബൈബിൾ എപ്പോഴും ഒരുമിച്ച് പറയുന്നതാണ്. ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. സംഖ്യ 22, 23, 24, 25 അധ്യായങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ബാലാം ജനത്തെ നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം 1-ാം പ്രമാണ ലംഘനവും 6-ാം പ്രമാണ ലംഘനവും നടത്താൻ ജനത്തെ പ്രേരിപ്പിച്ചാൽ മതി, അവർ തന്നെ നശിച്ചോളൂ എന്ന് പറയും. അപ്പോൾ ഇത് വളരെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതെന്തെന്നറിയോ, ഈ ഒരു മേഖല അപ്പൻ്റെ ജീവിതത്തിൽ സംഭവിച്ച, അപ്പൻ അനുഭവിക്കാത്തൊരു മേഖല കർത്താവിൻ്റെ സന്നിധിയെ സമർപ്പിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ മകൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ പീഡ എന്നേകമായിട്ട് വിട്ടുപോയി. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കിയിരിക്കണം. അതായത് 1-ാം പ്രമാണ ലംഘനം നിസ്സാരമല്ല, അത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കർത്താവിന് നിന്ദ്യമായ ശില്പവേല, കൊത്തിയോ വാർത്തോ ഉണ്ടാക്കിയ വിഗ്രഹം രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഇങ്ങനെയുള്ള ഒരു വഴിക്കും പോകരുത്. ചില ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ, ചിലപ്പോൾ നല്ല പ്രാർത്ഥിക്കുന്നു നമ്മൾ വിചാരിക്കുന്ന ആളുകളൊക്കെ വന്നിട്ട് നമ്മളോട് പറയും, അതായത് ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ കാര്യം നടന്നു, അല്ലെങ്കിൽ അവിടെ പോയി ആ ആൾ പറയും എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവർ ഈശോയുടെ മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ ചിലപ്പോൾ വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ അന്ധവിശ്വാസങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യരുത്. എനിക്ക് അനുഭവമുണ്ട്. അങ്ങനെ സുഖപ്പെടാതെ തളർന്ന് എഴുന്നേക്കാൻ പറ്റാതെ ആശുപത്രി എഴുതി തള്ളിയ ഒരു രോഗി
ഞങ്ങളിങ്ങനെ ബ്രദറിനറിയാം, ഞങ്ങൾ ഒരുമിച്ച് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് 3 മണിക്ക് ബലിയർപ്പിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് സുഖപ്പെട്ട വലിയൊരു സംഭവമുണ്ട്. അതായത് എന്താ വെച്ചാൽ മനസ്സിലാവുന്നുണ്ട്. അതായത് നമുക്ക് ഈ സാധനം ഇതിന് അടി കിടക്കുന്ന സാധനമാണ്, നമ്മൾ അറിയില്ലത്. പോകരുത്, ഒരിക്കലും ദൈവജനം ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകരുത്. ബൈബിൾ പറയുന്നതനുസരിച്ച് 4 തലമുറയിൽ ഇതിൻ്റെ ശാപം പുറകെ വരും. ക്രിസ്തുവിൽ നമ്മൾ വിമോചിക്കപ്പെട്ടില്ലെങ്കിൽ സൊല്യൂഷനുണ്ട് കേട്ടോ, സൊല്യൂഷനുണ്ട്. ക്രിസ്തുവിൽ അത് മുറിഞ്ഞില്ലെങ്കിൽ അത് വെറുതെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മക്കളുടെ ജീവിതത്തെ എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ചേട്ടന്മാരോട് ചേച്ചിമാരോട് എനിക്ക് പറയാനുള്ളത്, ഓരോരുത്തർ ഓരോ സ്ഥലത്ത് ഓരോ കാര്യം പെട്ടെന്ന് കട ബിസിനസ് വ്യാപാരം മെച്ചപ്പെടുത്തി തരാം, പെട്ടെന്ന് ഇപ്പോൾ വിദേശത്ത് അങ്ങോട്ട് നിങ്ങളൊന്ന് വന്നാൽ മതി, എന്നിട്ട് നിങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ അവിടെ പോയി മെഴുകുതിരി കത്തിച്ചാൽ മതി, അതാ അവർ പറയുന്നത് അത് എന്നൊക്കെ പറഞ്ഞിട്ടെല്ലാം ആളുകളെ കൊണ്ടുപോകും. ഇങ്ങനെ മനുഷ്യർ വന്ന് വ്യക്തിപരമായിട്ട് നമ്മൾ കണ്ട് സംസാരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് അവിശ്വസനീയമായ കാര്യങ്ങൾ അവർ പറയും. അപ്പോൾ മനുഷ്യർ പെട്ടെന്ന് വളരെ വൾണറബിളായ ഒരു മേഖലയാണിത്. 1-ാം പ്രമാണലംഘനം വായിക്കാം. നിയമാവർത്തനം 11:28. മടുത്തോ? ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നില്ല, നമുക്ക് നേരമില്ല. അതുകൊണ്ട് പെട്ടെന്ന് വായിച്ചു പോകണം. നിയമാവർത്തനം 11:28 വായിക്കാമോ? നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരുടെ പുറകെ പോയാൽ ശാപം. അത് ആര് പോയാലും ശാപമാണ് കേട്ടോ, ആര് പോയാലും ശാപമാണ്. മാർപ്പാപ്പ പോയാലും ശാപമാണ്, പിതാക്കന്മാർ പോയാലും ശാപമാണ്, അച്ഛന്മാർ പോയാലും ശാപമാണ്, സിസ്റ്റേഴ്സ് പോയാലും ശാപമാണ്, അൽമാർ പോയാലും, ആര് പോയാലും. മനസ്സിലാവുന്നുണ്ടോ? അതായത് അങ്ങനെ പോകാൻ പാടില്ല. ദൈവമായ കർത്താവ് നമുക്ക് തന്നിട്ടുള്ള കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ കൽപ്പിച്ച മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരുടെ പുറകെ പോയാൽ എന്താണ്? ശാപം. ഇനി വേറെ അടുത്ത വാക്യം വായിക്കുക. ലേവ്യർ 24:23. ലേവ്യർ 24:23 ഞാൻ വായിക്കാം. ദൈവദൂഷണം പറഞ്ഞവനെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി കല്ലെറിയണമെന്ന് മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. കണ്ടോ, ദൈവദൂഷണം, വിഗ്രഹാരാധന, ദൈവദൂഷണം. ഇനി അടുത്തത് വായിക്കാം. ജെറമിയ 44:8. ജെറമിയ 44:8 അത് വായിക്കണം. ജെറമിയ 44:8. ജെറമിയ 44:8. ഇപ്പം നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കണ്ട, ഞാനിത് യൂട്യൂബിൽ ഇടാം. അതിപ്പോൾ പിന്നെ നിങ്ങൾക്ക് കണ്ടാം. ഇപ്പം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വേഗം വായിച്ചോ. നിങ്ങൾ വസിക്കാൻ വന്നിരിക്കുന്ന ഈജിപ്തിൽ അന്യദേവന്മാർക്ക് ബലിയർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ കരവേലയാൽ നിങ്ങൾ എന്നെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുമോ? നിശേഷം നശിക്കാനും ഭൂമുഖത്തെ സകല ജനതകളുടെയും ഇടയിൽ ശാപത്തിനും നിന്ദയ്ക്കും വിഷയമാകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വിഷയമാകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അന്യദേവന്മാരുടെ പുറകെ പോയിട്ട്? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് അപ്പം 2 കാര്യം പറഞ്ഞു. ഒന്ന് വിഗ്രഹാരാധന, അന്യദൈവ ആരാധന, അന്ധവിശ്വാസങ്ങൾ, 1-ാം പ്രമാണ ലംഘനം. പിന്നെ അതിനകത്ത് പറഞ്ഞ വേറൊരു കാര്യമാണ് ദൈവദൂഷണം. കേട്ടായിരുന്നോ? ഒരു വചനമുണ്ട്, ദൈവദൂഷണം. പിന്നെ ഇപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യം ഇതാണ്, ദൈവത്തിന് ബലിയർപ്പിക്കുന്നതിൽ കാണിക്കുന്ന അവഗണനയും ഉദാസീനതയും. അത് വായിക്കാം. മലാഖി 1:14. ബലിയർപ്പണത്തിൽ ദൈവത്തോട് ദൈവാരാധനയിൽ, ദൈവത്തിന് ബലിയർപ്പിക്കുന്ന കാര്യത്തിൽ ദൈവാരാധനയിൽ കാണിക്കുന്ന ഉദാസീനതയും അവഗണനയും താല്പര്യക്കുറവും അവജ്ഞയും അവഹേളനങ്ങളും അത് ശാപം വരുത്തി വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. മലാഖി 1:14. തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ മുട്ടാടുണ്ടായിരിക്കുകയും അതിനെ നേരുകയും ചെയ്തിട്ട് ഊനമുള്ളതിനെ കർത്താവിന് ബലിയർപ്പിക്കുന്ന വഞ്ചകന് ശാപം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനായ രാജാവാണ് ജനതകൾ. അതായത് ദൈവത്തിന് ഒരു കാര്യം ദൈവത്തിന് കൊടുക്കാമെന്ന്, ഏറ്റവും നല്ലത് കൊടുക്കാമെന്ന് നേർച്ച നേർന്നിട്ട് മോശമായതിനെ സമർപ്പിക്കുമ്പോൾ, ദൈവത്തിന് കൊടുക്കുന്ന ബലിയെ നിസ്സാരമായിട്ട് കാണുമ്പോൾ. ഇനി അടുത്ത വായിക്കാം. മലാഖി 2:2. മലാഖി 2:2 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും എൻ്റെ നാമത്തിന് മഹത്വം നൽകാൻ മനസ്സ് വെക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ മേൽ, അതായത് ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപം അയക്കും. ദൈവത്തിന്, അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അഭിവൃദ്ധി, ഐശ്വര്യ, ഉയർച്ച ഉണ്ടായാൽ ഉടനെ ഫേസ്ബുക്കിൽ എടുത്ത് ഇടണ്ട. മനസ്സിലായില്ലേ? ഉടനെ ഫേസ്ബുക്കിൽ എടുത്തിട്ട് അത് മക്കൾ അങ്ങനെ പോയി ഇങ്ങനെ ചെയ്ത് അത് എന്തിനിടുന്നത്? അതിന് ആർക്ക് മഹത്വം കൊടുക്കുക? നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഒരു അനുഗ്രഹം കിട്ടി, അവർ പരീക്ഷ ജയിച്ചു, അല്ലെ അവർക്കൊരു അവാർഡ് കിട്ടി, അതൊക്കെ ഈ ലോകത്തോട് കൊട്ടിഘോഷിക്കുന്നതിന് പകരം ദേവാലയത്തിൽ വാ, ഒരു ബലിയർപ്പിക്ക്, ദൈവത്തിന് നന്ദി പറ. കുറച്ച് സമയം പിള്ളേരെയും കൊണ്ട് ഈശോയുടെ മുമ്പിൽ വന്നിരുന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ച് പഠിക്ക്. ദൈവത്തിന് മഹത്വം കൊടുക്ക്, അവരടുത്ത പ്രാവശ്യവും കയറി വരും. മഹത്വം കൊടുക്കാതിരിക്കുമ്പോൾ നേരെ കുത്തി താഴോട്ട് പോകും.
അത് ശ്രദ്ധിക്കേണ്ട. അപ്പോൾ അതാണ് അവിടെ ശാപമുണ്ട്. ഇനി മറ്റൊന്ന് മലാക്കി 3:9, നിങ്ങൾ ജനം മുഴുവനും എന്നെ കൊള്ള ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. അതായത് ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ പിടിച്ചു വെക്കുമ്പോൾ, ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ കവർച്ച ചെയ്യുമ്പോൾ ശപിക്കപ്പെട്ടവരാണ്. ഇനി അടുത്ത, അപ്പോൾ അത് തൽക്കാലം അതത്ര മതി. എന്താണ്? ദൈവവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മേഖലയുണ്ട് ശാപത്തിന്. ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കേണ്ടത്, 1-ാം പ്രമാണത്തിൻ്റെ പാലനം. ഈ മേഖലയിൽ വീഴ്ച വന്നാൽ അത് ശാപം തലമുറകളിലേക്ക് വരുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു സൂചനയാണ്. ഇനി അതുപോലെ മടുക്കരുത്. നിങ്ങൾ മടുത്ത് ഉറങ്ങി വീണാലും ഞാൻ നിർത്താൻ പോകണില്ല. എന്താണെന്നറിയാമോ? എനിക്കിത് കാരണം അതുപോലെ ഞാൻ ഇന്ന് ക്ലേശിച്ചിട്ടുണ്ട്, അതുപോലെ ഞാൻ ഇന്ന് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പറയാതെ ഇനി നിങ്ങൾ ഇറങ്ങിപ്പോയാലും ശരി, ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഇത് നിർത്തിട്ടേ ഞാൻ പോകത്തുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. എന്തെന്നറിയാമോ? അടുത്ത വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മാതാപിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ വരുന്ന പ്രശ്നങ്ങൾ. ഇത് വലിയ ശാപം കൊണ്ടുവരുന്നൊരു മേഖലയാണ്. അതുകൊണ്ട് അത് വായിക്കാം. പുറപ്പാട് പുസ്തകത്തിൻ്റെ 21, 27. പുറപ്പാട് ഒരു കാര്യം ചെയ്തോ, അതിനു മുമ്പ് നിയമാവർത്തനം 27, 16 വായിക്കാം. അപ്പോൾ ആദ്യം വായിച്ച വചനത്തിൻ്റെ തുടർച്ച. നിയമാവർത്തനം 27, 16 വായിക്കാം. ഓ, നിങ്ങളെ ഉറങ്ങുകയാണോ? അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ട. കണ്ടോ? അടുത്തത് കണ്ടോ? ഉടനെ ദൈവം കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുവച്ചിരിക്കുന്ന ആരെയാ? മാതാപിതാക്കന്മാരെയാ. ദൈവം കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുവച്ചിരിക്കുന്ന മാതാപിതാക്കന്മാരെയാണ്. നിസാരമല്ലത്. മാതാപിതാക്കന്മാരെ, അപ്പനെയോ അമ്മയെയോ എന്ത് ചെയ്യുന്നവൻ? നിന്ദിക്കുന്നവൻ. അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഇനി വായിക്കാം പുറപ്പാട് 21, 17. പുറപ്പാട് 21, 17 വായിക്കാമോ? പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവൻ വധിക്കപ്പെടണം. പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവൻ വധിക്കപ്പെടണം. അടുത്തത് വായിക്കാം. ലേവ്യർ 20:9 വായിച്ചു പോവാം. ലേവ്യർ 20:9 പെട്ടെന്ന് എടുക്കുക. ലേവ്യർ വായിച്ചോ, കിട്ടുന്നവരെ കുറക്കെ വായിച്ചോ. പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവനെ വധിക്കണം. പിതാവിനെയോ മാതാവിനെയോ ശപിച്ചതിനാൽ അവൻ്റെ രക്തം അവൻ്റെ മേൽ തന്നെ പതിക്കട്ടെ. അടുത്ത വായിക്കേണ്ടത് സുഭാഷിതങ്ങൾ 20:20. സുഭാഷിതങ്ങൾ, സങ്കീർത്തനം കഴിഞ്ഞാൽ സുഭാഷിതങ്ങൾ 20:20. സുഭാഷിതം വായിച്ചോ, കിട്ടിയവർ വായിച്ചോ. അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. അതായത് അവന് വെട്ടം പോവും, അവൻ്റെ മുമ്പിലെ വെട്ടം പോവും, അവൻ്റെ വെളിച്ചം പോവും. അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും എന്ന് പറഞ്ഞാൽ അവൻ്റെ വഴി ഇരുട്ട് നിറഞ്ഞതാണ്. മാതാപിതാക്കന്മാർ പ്രായമുള്ളവരാണ്. നമുക്കറിയാം, മാതാപിതാക്കന്മാർ പല സ്ഥലത്തും അത്ര നല്ല രീതിയിലല്ല പെരുമാറുന്നത്, ഉപദ്രവമാണ്. പക്ഷെ അവരെ നിന്ദിക്കാനോ ശപിക്കാനോ പ്രാകാനോ അവരെ താഴ്ത്തിക്കെട്ടാനോ ഉപദ്രവിക്കാനോ അവരെ നാട് കടത്താനോ അവകാശമില്ല. അത് ജന്മം തന്ന ആളുകൾ ദൈവം സൃഷ്ടിച്ച ആളെന്ന നിലയിൽ സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ ജന്മം തന്ന മാതാപിതാക്കന്മാരെ ബഹുമാനിക്കേണ്ടത് മനുഷ്യരുടെ കടമയാണ്. അതിനകത്ത് ആർക്കും വിട്ടുവീഴ്ചയില്ല, ഒരാൾക്കുമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അപ്പനെയോ അമ്മയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. പ്രഭാഷകൻ 3:9 ജ്ഞാനം പ്രഭാഷകൻ 3:9 പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം മക്കളുടെ ഭവനങ്ങളുടെ അടിത്തറ ഇളക്കും. അമ്മയുടെ ശാപം മക്കളുടെ ഭവനങ്ങളുടെ അടിത്തറ ഇളക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മ വരുന്നുണ്ട്. കേരളത്തിലെ ഒരു സെമിനാരിയിൽ ഒരു വൈദിക വിദ്യാർത്ഥി വളരെ അഭിഷേകത്തോടെ വളർന്നു വരുന്നുണ്ട്, വളരെ അഭിഷേകത്തോടെ. അതായത് കാലഘട്ടങ്ങൾക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്ന ഒത്തിരി മക്കൾ സെമിനാരികളിൽ കർത്താവ് ഇങ്ങനെ നല്ല തീപ്പന്തങ്ങളായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ കേരളത്തിലെ ഒരു സെമിനാരിയിൽ എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ, ഇത്തിരി ലേറ്റ് വൊക്കേഷൻ, കുറച്ച് പ്രായമായിട്ടാണ് സെമിനാരി വന്നത്. ഇപ്പോൾ നല്ല കൃപയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആളെ പരിശീലിപ്പിക്കുന്ന അച്ഛനോട് ഞാൻ ചോദിച്ചു,
അവനെ ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അച്ഛാ അവൻ സൂപ്പറാണ്, അവനെ വെറുതെ വഴിയിലോട്ട് ഇറക്കി വിട്ടാൽ 5 ആത്മാക്കളെയും കൊണ്ട് അവൻ വരുത്തുള്ളെന്ന് പറഞ്ഞു. അവനെ വെളിയിലോട്ട് വെറുതെ ഇറക്കി വിട്ടാൽ മതി, വൈകുന്നേരം വരുമ്പോൾ അവൻ 5 എണ്ണത്തെയും കൊണ്ടേ വരുത്തുള്ളെന്ന് പറഞ്ഞു. 5 എണ്ണത്തെയും കൊണ്ട്. അതുപോലെ തീയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ അപ്പോൾ അവൻ എനിക്കറിയാം, കുറച്ച് കാലം ഞാൻ എൻ്റെ കൂടെ എനിക്ക് അവനെ പരിചയമുണ്ട്. അപ്പോൾ പോട്ടെ. അപ്പോൾ അങ്ങനെ ഇവന് നല്ല ഇവൻ്റെ തലയിൽ നല്ല അനുഗ്രഹം കിടപ്പുണ്ട്. ഒരിക്കൽ ഞാൻ അവനോട് സംസാരിച്ച് അവൻ പറഞ്ഞു, അച്ഛാ എൻ്റെ അപ്പൻ്റെ അപ്പൻ, എൻ്റെ വല്യപ്പച്ചൻ വർഷങ്ങളായിട്ട് മലമൂത്ര വിസർജനങ്ങളെല്ലാം കട്ടിലെ തന്നെ നിർവഹിച്ച് കടന്ന സമയത്ത് അപ്പച്ചനെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ജോലി കളഞ്ഞിട്ട് വീട്ടിൽ വന്ന് നിന്ന് അപ്പച്ചൻ മരിക്കുന്നവരെ ഞാൻ അപ്പച്ചൻ്റെ മലവും കോരി, അപ്പച്ചൻ്റെ മൂത്രം പിടിച്ച ബെഡ്ഷീറ്റും കഴുകി, അപ്പച്ചനെ വാരിയെടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി ഇരുത്തി, രാത്രിയിൽ ഉറങ്ങാതെ അപ്പച്ചൻ്റെ കൂടെ ഇരുന്ന് അങ്ങനെ അപ്പച്ചനെ ശുശ്രൂഷിച്ച് മരിക്കാൻ നേരം 2 കൈയും എൻ്റെ തലയിൽ വെച്ചിട്ട് അപ്പച്ചൻ എന്നെ മനസ്സ് നിറഞ്ഞ് കരഞ്ഞ് കണ്ണ് നിറഞ്ഞ് അനുഗ്രഹിച്ചിട്ടാണ് മരിച്ചത്. എൻ്റെ തലയിൽ അനുഗ്രഹം കിടപ്പുണ്ടച്ചാ എന്ന ചെറുപ്പക്കാരൻ. നിങ്ങൾ നിലച്ചു ഇന്ന് തീപ്പന്തം പോലെ ആത്മാക്കളെ നേടാൻ അച്ഛൻ പറയും, അവനെ പരിശീലിപ്പിക്കുന്ന അച്ഛൻ പറയാണ്, അവനെ ചുമ്മാ ഇറക്കി വിട്ട 5 എണ്ണത്തെ കൊണ്ടേ വരുത്തുള്ളൂ. ഉണ്ടോ? ഒരു അനുഗ്രഹം കിടക്കുന്നുണ്ടോ? വല്യപ്പച്ചന്മാർ, വല്യമ്മച്ചിമാർ, അപ്പനമ്മമാർ, ഇവരെ നമ്മൾ നിധിയായിട്ട് കാണണം. ബാങ്കിലിട്ടിരിക്കുന്ന സമ്പത്തിനേക്കാളും വലിയ സമ്പത്താണിത്. കാരണം ഇനി ഇവർ ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ 75-85 വയസ്സുള്ള ഒരു അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടെന്ന് ഇരിക്കട്ടെ, ഇനി ചിലപ്പോൾ 2-3 കൊല്ലം അല്ലെ ഒരു 5 കൊല്ലം, ചിലപ്പോൾ 10 കൊല്ലം, ആ 10 കൊല്ലം കൂടെ അവർ കൂടെ ഉണ്ടാവും. ഈ 10 കൊല്ലം കൂടെ ഇവരിൽ നിന്ന് കിട്ടാനുള്ള അനുഗ്രഹം കിട്ടാൻ നിങ്ങളുടെ മുമ്പിൽ വഴിയുള്ളൂ. അവർ മരിക്കുന്നതിന് മുമ്പ് ആ അനുഗ്രഹം മനസ്സ് നിറഞ്ഞ് അവർ തരണം. അത് മനസ്സിൽ കരുതിയാൽ പോലും ഉണ്ട്. മനസ്സിൽ ഇങ്ങനെ കരുതിയാലും മതി. എന്താ, എൻ്റെ ഈശോയെ എൻ്റെ കൊച്ചിനെ അനുഗ്രഹിക്കണമെന്ന് പറയുപോലും വേണ്ട. മനസ്സിൽ മാതാപിതാക്കന്മാർ അങ്ങനെ. അതുകൊണ്ട് മാതാപിതാക്കന്മാർക്ക് പോരായ്മകളുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പ്രശ്നമുണ്ട്. നമുക്ക് ദേഷ്യം വരും അവരുടെ സ്വഭാവം കാണുമ്പോൾ. നമുക്ക് എന്നാ ചെയ്യും? അത് എവിടെയെങ്കിലും ആർക്കെങ്കിലും പിടിച്ച് കൊടുക്കാൻ തോന്നും. അപ്പം പക്ഷേ നമുക്ക് അവരെ ബഹുമാനിക്കണം, അവരെ കരുതണം, അവരെ ഇങ്ങനെ പട്ടിക്കൂട്ടി കിടത്തരുത്, അവരെ തുണി മുക്കി കാണിക്കരുത്. ഇതൊക്കെ കേരളത്തിലെ സീനുകളാണ്. മനസ്സിലായോ? എന്നിട്ട് അവർ നോക്കി ചില മനുഷ്യരെയൊക്കെ ഇങ്ങനെ പുഴുവരിക്കുന്ന രീതിയിൽ ഇട്ടിരുന്ന് പേരൻസ് അപ്പനെയും അമ്മയും നോക്കത്തില്ല. ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് അപ്പനെയും അമ്മയും നോക്കാൻ ഒരു സംവിധാനവും ഇല്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, നിങ്ങൾ വേറെ എവിടെയോ ആണ്. മാതാപിതാക്കന്മാർക്ക് നിങ്ങൾ ജീവിക്കുന്ന രാജ്യത്തോട് വരാൻ താല്പര്യമില്ല. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. പണം ചെലവാക്കി അവരെ നല്ല സ്ഥലത്ത് കൊണ്ടാക്കി നോക്കിച്ചോണം. നിങ്ങൾക്ക് എനിക്കറിയാം, നേരിട്ട് വന്ന് നോക്കാൻ പറ്റാത്ത ഒത്തിരി ആളുകളുണ്ട്. ഇനി ഈ പേരൻസ് അങ്ങോട്ട് ഇപ്പോൾ UK മകൻ, അപ്പച്ച അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അപ്പച്ചൻ വരത്തില്ല. അപ്പച്ചൻ ഈ കപ്പയും കാച്ചിലും ഇട്ടിട്ട് പോത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ഒരു പ്രശ്നമില്ല. അപ്പച്ചന് ഇഷ്ടം പോലെ പൈസ ദൈവം തന്നിട്ടുണ്ടല്ലോ, നല്ല പണം കൊടുത്ത് നല്ല രീതിയിൽ കാശ് കൊടുത്താൽ നോക്കുന്ന വൃദ്ധസദനങ്ങളല്ല, അത് അത്യാവശ്യം മിനിമം സൗകര്യമൊക്കെ നല്ല സൗകര്യത്തിൽ അപ്പച്ചനെ അമ്മച്ചി അവർ നല്ല ഹോം നേഴ്സിനെയൊക്കെ വെച്ച് നന്നായിട്ട് നോക്കും. അങ്ങനെ നോക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. മാതാപിതാക്കന്മാർ അത് നിസ്സാരപ്പെട്ടൊരു കാര്യമല്ലെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവരുടെ അടിത്തറ ഇളക്കും. പ്രഭാഷകൻ 3:16 വായിക്കാം. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. കണ്ടോ? പള്ളി വന്ന് ഭയങ്കര പ്രാർത്ഥനയാണ്, അപ്പനും അമ്മയ്ക്കും വെള്ളം പോലും കൊടുക്കത്തില്ല. എനിക്കിത്തിരി വെള്ളം തന്നില്ല, വെള്ളത്തിൻ്റെ കാര്യം പറയാൻ പോകുന്നത്. അപ്പം അതായത് പള്ളി ഭയങ്കര പ്രാർത്ഥനയാണ്, പക്ഷേ അപ്പനും അമ്മയ്ക്കും എന്ത് കൊടുക്കുന്നില്ല? വെള്ളം പോലും കൊടുക്കത്തില്ല. അങ്ങനെയുള്ളവർ അറിഞ്ഞിരിക്കണം, ദൈവദൂഷണത്തിന് തുല്യമാണെന്ന്. എന്ത്? മാതാവിനെയും പിതാവിനെയും പരിത്യജിക്കുന്നത്, ഉപേക്ഷിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപം ഏൽക്കും. ഇതെല്ലാം ഞാൻ പറയുമ്പോഴേ, ഹലോ അപ്പച്ചന്മാരും അമ്മച്ചിമാരും കൂടെ കേൾക്കണം കേട്ടോ. നിങ്ങൾ ഈ മര്യാദയ്ക്ക് ഇരിക്കൂടെ ചെയ്യണം. മനസ്സിലായോ? കൈയില്ലാത്തവൻ കൈ വെച്ച് കെട്ടി അടിക്കുന്ന സ്വഭാവമുണ്ട് ചില അപ്പച്ചന്മാർക്ക് അമ്മച്ചിമാർക്ക്. മനസ്സിലായോ? അതായത് സമയമില്ല, അല്ലെങ്കിൽ ഞാൻ പറയാം. മരുത്വാർവട്ടം കൺവെൻഷന് ഞാൻ വല്യപ്പച്ചന്മാർക്കും കൊടുത്തൊരു ഉപദേശം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പ്രചരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മരുത്വാർവട്ടം കൺവെൻഷൻ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി.
മരുത്തുവാർ വട്ടം. ഫ്രണ്ടിലൊരു അപ്പച്ചൻ ഇരിപ്പുണ്ടായിരുന്നു, ഒരു 70-75 വയസ്സുള്ള അപ്പച്ചനോട് ഞാൻ ചെന്ന് നേരിട്ട് അടുത്ത് എന്നൊരു ഉപദേശം കൊടുത്താൽ, ദൈവമേ നല്ല മരണം തരണേന്ന് പ്രാർത്ഥിച്ച് അടങ്ങി ഒതുങ്ങി പ്രാർത്ഥിച്ചിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പാവപ്പെട്ട വീട്ടിലാണ് ജനിച്ചത്. എൻ്റെ മാതാപിതാക്കന്മാർ ഇപ്പോഴും പാവമാണ്, ഇപ്പോഴും ഞങ്ങളുടെ ഒരു പാവപ്പെട്ട വീടാണ് ഇപ്പോഴും. അപ്പോൾ എൻ്റെ അപ്പൻ്റെ അമ്മ 101 വയസ്സുള്ളപ്പോഴാണ് മരിച്ചത്. 101. ഞാൻ ഉടനെ മരിക്കത്തിന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് 101 വയസ്സുണ്ടായിരുന്നു. അപ്പം ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. എന്ന് പറഞ്ഞാൽ 1-ലും 2-ലും 3-ലും ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ വല്യമ്മച്ചി ഇതുപോലെ, ഞാൻ അമ്മച്ചിയുടെ ഓർമ്മയ്ക്കാണ് ഇങ്ങനെ കറുത്ത ബയൻ്റുള്ള ഇത് വാങ്ങിച്ചിട്ടിരിക്കുന്നത്. അമ്മച്ചി ഇതുപോലൊരു കറുത്ത വേദപുസ്തകം, പഴയ സത്യവേദ പുസ്തകമാണ്, അതാണ് അമ്മച്ചിയുടെ കയ്യിലുള്ളത്. അതും വെച്ചിട്ട് അമ്മച്ചി രാവിലെ എഴുന്നേറ്റിരുന്ന് ബൈബിള് വായന, പ്രാർത്ഥന, ഇതൊക്കെയാണ്. 3:30-ക്കും 2:30-ക്കും ഒക്കെ എഴുന്നേക്കും. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഉറക്കമില്ല. അപ്പോൾ എഴുന്നേറ്റിട്ട് അതിരാവിലെ തിരുസൻ. അപ്പം ഞാൻ പല ദിവസങ്ങളിൽ അമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മച്ചി അതിരാവിലെ ആയില്ല, അമ്മച്ചിക്ക് അറിയാത്തതുകൊണ്ടാണ്, അമ്മച്ചി ടൈം പീസ് നോക്കാഞ്ഞിട്ടാണ്, ആയിട്ടില്ല, ഞങ്ങൾക്ക് ഉറങ്ങണം. മനമേ പക്ഷികൾ, അമ്മച്ചി പക്ഷി ഉണർന്നിട്ടില്ല, അമ്മച്ചി മാത്രമേ ഉണർന്നിട്ടുള്ളൂ എന്നൊക്കെ ഞാൻ പലതവണ പറഞ്ഞ് അമ്മച്ചിയെ പരിഹസിച്ചിട്ടുണ്ട്. പക്ഷെ സ്നേഹമായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ഒന്നും ബോധമില്ലാത്തിരുന്നുകൊണ്ട് ഇങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കുന്നതിനൊന്നും വില അറിഞ്ഞുകൂടായിരുന്നു. എപ്പോൾ കണ്ടാലും ഉണ്ടല്ലോ ഈ കണ്ണാടി, പഴയ കണ്ണാടിയാണ്, ഒരു പന്ന കണ്ണാടി, അത് വെള്ളെഴുത്ത് കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഒരു സൈഡിലേ ഉള്ളൂ ഗ്ലാസ്, മറ്റേതുകൊണ്ട് ഇങ്ങനെ കണ്ണ് ചൊറിയാം. അങ്ങനത്തെ കണ്ണാടിയാണ്, ഒരു സൈഡിലേ ഉള്ളൂ. അപ്പോൾ ആ കണ്ണാടിയൊക്കെ വെച്ചിട്ട് രാവിലെ ഇരുന്ന് ഇത് വായിക്കുകയാണ്. വെട്ടമൊന്നും ഇല്ലല്ലോ, മണ്ണെണ്ണ വിളക്ക് അത് അങ്ങനെയുള്ള വെട്ടമില്ലല്ലോ. അതൊക്കെ എന്തെങ്കിലും മണ്ണെണ്ണ വിളക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. പിന്നെ പാട്ട്, പിന്നെ വായന, പിന്നെ പ്രാർത്ഥന. അപ്പോൾ ഇങ്ങനെ തോർത്തൊക്കെ ഇട്ട് ഇങ്ങനെ ആടി ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഇങ്ങനെ ആടിയൊക്കെ താവേ കാത്തോടെ ഇങ്ങനെയൊക്കെ കേൾക്കാം. പതുക്കെ കേൾക്കത്തുള്ളൂ, എന്താ വ്യക്തമല്ല, എന്നാലും ഇങ്ങനെ കാത്തോണേ, അനുഗ്രഹിച്ചോണേ, കൈവിട്ട് കളയല്ലേ, കൊണ്ടുപോണേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പാവം 101-102 വയസ്സങ്ങനെ ഉണ്ടായിരുന്നു. പ്രായം ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 103 105 എന്ന് അറിയത്തില്ല. ഒത്തിരി കാലം ഉണ്ടായിരുന്നു ഭൂമിയിൽ. അതുകൊണ്ട് അതായത് ഈ അമ്മച്ചി, ഞാൻ ആലോചിക്കുകയാണേ, എൻ്റെ റെട്ടറച്ചനായിരുന്ന പിതാവാണ് ഈ ഇരിക്കുന്നത്. എന്നെ നല്ലപോലെ അറിയാം, ഞാൻ ഏത് വഴിക്കൊക്കെ പോയിട്ടുള്ള ആളാണെന്ന് നല്ലപോലെ അറിയാവുന്ന ആളാണ്. അപ്പോൾ വേറെ ഏതോ ഒരു വഴിക്ക് പോകേണ്ട എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ബൈബിളും കൈ തന്ന് ഇന്ന് സുവിശേഷം പറയാൻ ഇങ്ങനെ ഓടിക്കുമ്പോൾ എനിക്കറിയാം, ഒരു പാവം വല്യമ്മ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്ന് ബൈബിള് വായിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞതിൻ്റെ മെച്ചമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അത് ഈ മാതാപിതാക്കന്മാർ ഇങ്ങനെ, അല്ലെ വല്യപ്പനും വല്യമ്മച്ചയൊക്കെ അങ്ങനെ ഇരുന്ന് അവർ പ്രാർത്ഥിച്ചതാണ് ഈ കിടക്കുന്ന തലയിൽ. അല്ലാതെ വേറെ എന്നാ ചെയ്തിട്ടാ? മനസ്സിലാവുന്നുണ്ടോ? അതിങ്ങനെ വലിയ നിക്ഷേപമാണ്, തലയ്ക്ക് മേളിൽ കിടക്കുന്ന നിക്ഷേപം. അതുകൊണ്ട് മാതാപിതാക്കന്മാരെ നിങ്ങൾ മറന്നു പോകരുത്, അവരെ സംരക്ഷിക്കണം. ഇത് പറയുമ്പോൾ പഴയ നിയമത്തിലൊരു സംഭവമുണ്ട്. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ വരെ ഞാൻ വന്നിട്ടുണ്ട്. ഈ പറയാൻ പോകുന്ന കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ ഏഷ്യാനെറ്റ് ന്യൂസിലെ ന്യൂസ് അവറിൽ ഞാൻ വന്നിട്ടുണ്ട്, ഇത് പറഞ്ഞതിൻ്റെ പേരിൽ. എന്നാലും ന്യൂസ് അവറിൽ വന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തെന്നറിയാമോ? അതായത് ഈ നോഹ ഒരിക്കൽ പ്രളയമെല്ലാം കഴിഞ്ഞിട്ട് നോഹ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. എന്നിട്ട് നോഹ മുന്തിരിച്ചാറെല്ലാം കുടിച്ചിട്ട് ബോധമില്ലാതെ കിടന്നുറങ്ങി. ഉറങ്ങിയ സമയത്ത് ആര് കള്ളു കുടിച്ച് ബോധമില്ലാതായാലും ആദ്യം അഴിഞ്ഞു പോകുന്ന സാധനങ്ങളിൽ ഒന്നാണ് ഉടുമുണ്ട്. മുണ്ടഴിഞ്ഞു പോയി. അപ്പം നോഹ അറിഞ്ഞില്ല, മുണ്ടഴിഞ്ഞു പോയ കാര്യം അറിഞ്ഞില്ല. അപ്പം നോഹ നഗ്നനായി കൂടാരത്തിൽ കിടന്നു. അപ്പം അങ്ങനെ കിടക്കുന്ന സമയത്ത് നോഹയ്ക്ക് 3 മക്കളുണ്ട്. അല്ല 3 മക്കളാണോ? ആണോ? അതെ. അപ്പോൾ നോഹയുടെ ഈ മക്കള് എന്തെന്നറിയാമോ? മൂത്ത 2 മക്കൾ ഇത് അറിഞ്ഞില്ല. ഇളയ മകൻ എന്തെന്നറിയാം, ഇളയ മകന് ഇത് കണ്ടിട്ട് അവൻ അന്ന് മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് അവൻ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടും, അല്ല ലൈവ് വിട്ടാനേ അവൻ. അപ്പോൾ അവൻ അന്നത്തെ അവൻ്റെ സാഹചര്യം വെച്ചിട്ട് അവൻ എന്ത് ചെയ്തു, ഇത് ചെന്ന് ചേട്ടന്മാരോട് പറഞ്ഞ് അപ്പനിങ്ങനെ വെളിവില്ലാതെ തുണിയില്ലാതെ കിടപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ നാട്ടുകാരെ മൊത്തം അറിയിച്ച്.
അപ്പന് തുണി പോയെന്നുള്ളത് സത്യമാണ്. അതാരും ധിക്കരിക്കുന്നൊന്നുമില്ല, അതാരും തള്ളിപ്പറയുന്നൊന്നുമില്ല, ഇല്ലെന്ന് പറയുന്നൊന്നുമില്ല. അപ്പന് തുണിയില്ല കിടക്കാണ്, സത്യമാണത്. പക്ഷേ ഈ മകൻ അങ്ങനെ ചെയ്തുകൂടായിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ചേട്ടന്മാരെന്ത് ചെയ്തു? അവരിങ്ങനെ ഒരു തുണി എടുത്തുകൊണ്ട് വന്നിട്ട് പുറകോട്ട് നടന്നു വന്ന്, അപ്പൻ്റെ നഗ്നത കാണാതെ പുറകോട്ട് നടന്നു വന്ന് ഈ തുണിയിട്ട് മൂടി. അപ്പോൾ ഇത് ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചിട്ട് ഞാൻ പറഞ്ഞു, അപ്പൻ്റെ നഗ്നത അനാവരണം ചെയ്യരുത്, അപ്പന്മാർക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തെരുവിൽ അത് ആഘോഷമാക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസുകാരെടുത്തിട്ട് എന്നിട്ട് പറഞ്ഞു, അതാണ് ഈ അച്ഛൻ പറയുകയാണ്, പിതാക്കന്മാരെന്നാ തെറ്റ് ചെയ്താലും നമ്മളതിനെ പുതപ്പിട്ട് മൂടണം. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ ഞാൻ വന്നത്. അപ്പോൾ എന്നോട് ആരൊക്കെ പറഞ്ഞു, അച്ഛൻ ന്യൂസ് അവറിൽ വന്നായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അവർ എന്നെ എന്തോ ഞാൻ ചെയ്യുന്ന സുത്യർഹമായ പ്രവൃത്തികൾ കണ്ടിട്ട് എന്നെ അവാർഡ് തരുന്നു. പിന്നീടാണ് എന്നെ ആക്ഷേപിക്കാൻ വേണ്ടിയുള്ള ന്യൂസ് അവർ ആയിരുന്നു എന്ന് പിന്നാണ് അറിഞ്ഞത്. എന്തോ ആവട്ടെ, ഒരു ഗുണമുണ്ടായി. ദുരിതങ്ങൾ എനിക്ക് ഉപകാരം എന്ന് പറഞ്ഞ പോലെ അന്ന് എന്നെ കേരളത്തിൽ വളരെ കുറച്ച് ആളുകൾക്ക് അറിയത്തുള്ളായിരുന്നു. ന്യൂസ് അവറിൽ വന്നതോടുകൂടി ഞാൻ വളരെ പോപ്പുലറായി. ന്യൂസ് അവറിനും ഏഷ്യാനെറ്റിനും നന്ദി. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത് അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടായിരുന്നറിയാം. 10 പേരുടെ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരാളാണെന്നും ഇയാൾ സുവിശേഷം പ്രസംഗിക്കുമെന്ന് അറിഞ്ഞ് വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ കണ്ട് മാനസാന്തരപ്പെട്ട് മാമോദിസ സ്വീകരിച്ച് ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൻ്റെ നഗ്നതയെ തെരുവിൽ ആഘോഷമാക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പന്മാർക്കും അമ്മമാർക്കും കുറവുണ്ടാവാം, അത് നമുക്കുമില്ല, മക്കൾക്കും ഉണ്ട്. അപ്പം അതുകൊണ്ട് അതിനെ എന്ത് ചെയ്ത് അത് നാട്ടുമൊത്തം വികാരിച്ചൻ്റെ കുറ്റം അറിയുമ്പോൾ അത് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കാൻ നിൽക്കരുത്. അത് നാടുമൊത്തമുള്ള ആളുകളെ വിളിച്ച് പറയാൻ നിൽക്കരുത്. മനസ്സിലായി? അപ്പന് കുറവുണ്ട്. ഇനി കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കർത്താവ് എന്താ പറഞ്ഞേ? അത് പോയി പറയണം. അത് അച്ഛാ ഇങ്ങനെ അച്ഛനെക്കുറിച്ച് കേൾക്കുന്നുണ്ട്, അച്ഛനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്, അത് അച്ഛനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് അച്ഛനോട് നേരിട്ട് പറയണം. ഇനി അല്ലേ ഉത്തരവാദിത്തപ്പെട്ട അച്ഛൻ്റെ അധികാരിയോട് പറയണം. അല്ലാതെ തെരുവിൽ അത് ആഘോഷമാക്കരുത്. ഇത് തന്നെ മാതാപിതാക്കളുടെ കാര്യം. മാതാപിതാക്കളുടെ നഗ്നത അനാവരണം ചെയ്യരുത്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എന്തോ ആവട്ടെ, അപ്പോൾ അതാണ് മാതാപിതാക്കൾ. അപ്പോൾ ഒരു മേഖല. രണ്ടാമത്തെ മേഖല ഇതാണ്. മടുക്കരുത്, നമുക്ക് തീർത്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അടുത്ത കാര്യം എഴുന്നേൽപ്പിക്കുന്നില്ല കേട്ടോ, സമയമില്ലാത്തതുകൊണ്ട്. മൂന്നാമത്തെ ഒരു മേഖലയാണ്, നമുക്ക് വായിക്കാം സുഭാഷിതങ്ങളുടെ പുസ്തകം, നിയമാവർത്തനം 27. നിയമാവർത്തനം 27, 17, 18, 19. നിയമാവർത്തനം 27, 17, 18, 19 വായിക്കാം. അയൽക്കാരൻ്റെ അതിർത്തിക്കല്ല് മാറ്റുന്നവൻ എന്ന് പറഞ്ഞാൽ ഈ അയൽക്കാരോട്, സഹോദരങ്ങളോട്, നാട്ടുകാരോട്, പാവപ്പെട്ടവരോട് ഒക്കെ ചെയ്യുന്ന ദ്രോഹങ്ങൾ. ഉദാഹരണത്തിന് വഴി അടയ്ക്കുക, വഴി കൊടുക്കാതിരിക്കുക, അതിർത്തിക്കല്ല് മാറ്റുക. രാത്രി ചില ആളുകൾക്ക് രാത്രി ഉറക്കമില്ല, കല്ല് മാറ്റലാണ് പരിപാടി. എഴുന്നേറ്റിരുന്നിട്ട് കളച്ച് കല്ല് മാറ്റുകയാണ്, ഇതാണ് പരിപാടി. വഴി തടയുക, കല്യാണം മുടക്കുക, വേറൊരു വിനോദമാണ്. കല്യാണം മുടക്കുക, വസ്തു വിൽപ്പന മുടക്കുക. ഞാൻ ഈ അടുത്തിടയ്ക്ക് എന്നോടൊരാൾ വലിയ സങ്കടം പറഞ്ഞു. അതായത് അവരൊരു വസ്തു വിറ്റവർക്ക് കുറേ കടമുണ്ട്, അത് വിറ്റ് കടം തീർക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അന്നേരമാണ് ഒരു കൂട്ടർ വസ്തു വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ കണ്ണ് കാണാതെ, കാഴ്ചയില്ലാതെ ഓപ്പറേഷൻ ചെയ്തിട്ടിരിക്കുകയാണ് വല്യമ്മ. കണ്ണ് കാണത്തില്ല, അത് ഓപ്പറേഷനൊക്കെ ചെയ്ത് കണ്ണ് കാണത്തില്ല. എന്നാലും ആരാണ്ട് വന്നെന്ന് ഇങ്ങനെ മണത്തറിഞ്ഞു, ഇങ്ങനെ അറിഞ്ഞിട്ട് ആരാ എന്തിനാ വന്നേ, അപ്പുറത്തെ വീടാണേ, ആരാ എന്തിനാ വന്നേന്ന്. അപ്പോൾ അവർ ഏലോക്കത്തെ വീടല്ലേ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് വാങ്ങല്ലേ, ഇതെന്തോ ശാപമുള്ള വീടാന്ന് പറഞ്ഞ് അവരെ തെറ്റിച്ചു വിട്ടു. കണ്ണാരെങ്കിലും കുത്തിപ്പൊട്ടിച്ചായിരിക്കും എന്നാണ് എൻ്റെ വിചാരം, സ്വഭാവം ഇതായതുകൊണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ മുടക്കുക. ഒരു കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി അവർ ഇത് വിറ്റിട്ടൊന്ന് പോകാൻ വേണ്ടി അവർ കിടന്ന ചക്രശ്വാസം ലോൺ അടച്ചും കടം വാങ്ങിച്ചും ബ്ലേഡിന് പലിശ കൊടുത്തും ഇങ്ങനെ ജീവിക്കുമ്പോൾ അത് മുടക്കുക. ഒരു പണിയില്ല, അത് മൂക്കുമുട്ട തിന്നുക, ഇങ്ങനെ ഓരോ നാശം ഒപ്പിക്കുക. ഇതൊക്കെയാണ് പരിപാടി. വെറുതെ ഇരുന്ന് അങ്ങനെ ചെയ്യരുത്. മനസ്സിലായി? കല്യാണം മുടക്കുക. ടൗണിലൊക്കെ വന്നിട്ട് അന്വേഷിക്കുന്ന സമയത്ത് ഞാനായിട്ടൊന്നും പറയുന്നില്ല, ഒറ്റ വാക്ക് മതിയല്ലേ, ഇനി കൂടുതൽ വന്ന ആൾ അപ്പം തന്നെ അടുത്ത വണ്ടിക്ക് തിരിച്ചു പോകും. കല്യാണം മുടക്കുക, ആവശ്യമില്ലാത്തത് പറഞ്ഞു നടക്കുക. അതാണ് അയൽക്കാരൻ്റെ അതിർത്തിക്കല്ല് മാറ്റുന്നവൻ. ഇതൊക്കെ നിങ്ങൾ നിസ്സാരാന്ന് വിചാരിക്കരുത്. എന്തെന്നറിയാമോ? ഈ കല്യാണം മുടക്കുന്നവൻ്റെയൊക്കെ വീട്ടിലെ കല്യാണം വരുമല്ലോ ഇനിയല്ലേ പിള്ളേർക്കൊക്കെ. അന്നേരം അതിൻ്റെ വിഷമം മനസ്സിലാക്കി തരും ദൈവം. ഈ പാവപ്പെട്ടവൻ്റെ കല്യാണമൊക്കെ മുടക്കി വിട്ടിട്ടേ വേറെ ഉണ്ടല്ലോ മക്കളും കൊച്ചുമക്കളും ഒക്കെ കെട്ടാൻ. അന്നേരമാണ് അതിൻ്റെ വിഷമം മനസ്സിലാവാൻ പോണത്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. വായിക്കാം.
സുഭാഷിതങ്ങൾ വായിച്ചേ 17, 18, 10. അയൽക്കാരൻ്റെ അതിർത്തിക്കല്ല് മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അടുത്തത് 18, കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. പരദേശിക്കും അനാഥനും വിധവയ്ക്കും നീതി നിഷേധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പോൾ അതായത് പാവപ്പെട്ടവർ, അനാഥര്, പരദേശികൾ, അന്യനാട്ടിൽ നിന്ന് വരുന്നവർ, ഒരു ഗതിയില്ലാത്തവർ, ഇവരെ നമ്മൾ ആട്ടി ഓടിക്കരുത്. അവരോട് നമുക്ക് കരുണ കാണിക്കണം. അവർക്ക് പാവപ്പെട്ട മനുഷ്യർ, ആവശ്യക്കാരന്. ഓക്കെ, വായിച്ചോ സുഭാഷിതങ്ങൾ 28, 27. സുഭാഷിതങ്ങൾ 28, 27 വേഗം വായിക്കേ. സുഭാഷിതങ്ങൾ 28, 27. ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ ക്ഷാമം അനുഭവിക്കുകയില്ല. അവരുടെ നേരെ കണ്ണടയ്ക്കുന്നവന് ശാപത്തിൻ്റെ മേൽ ശാപം ഉണ്ടാവും. ദരിദ്രനോട് അവൻ്റെ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നവന് ശാപത്തിൻ്റെ മേൽ ശാപം ഉണ്ടാവും. അടുത്ത വാക്യം വായിച്ചോ. ഇനി വിശദീകരണമില്ല, വേഗം വായിച്ചോ. പ്രഭാഷകൻ 4-ാം അധ്യായം 5-ാം വാക്യം. പ്രഭാഷകൻ 4-ാം അധ്യായം 5-ാമത്തെ വാക്യം. വായിച്ചോ, കിട്ടി, ഉറക്കെ വായിക്കേ. ആവശ്യക്കാരനിൽ നിന്ന് കണ്ണ് തിരിക്കരുത്, നിന്നെ ശപിക്കാൻ ആർക്കും ഇടവരുത്തരുത്. എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സഷ്ടാവത് കൈക്കൊള്ളും. ആവശ്യക്കാരനിൽ നിന്ന് കണ്ണ് തിരിക്കരുത്. ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന അത്രയും കൊടുക്കാനുണ്ടാവണമെന്നില്ല, പക്ഷെ എന്തെങ്കിലും കൊടുത്ത് സഹായിക്കാൻ പറ്റില്ലേ? ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ അയാൾ ആവശ്യക്കാരനാണ്, അയാൾ വിഷമിച്ച് നിൽക്കുകയാണ്, എന്തെങ്കിലും കൊടുക്കാൻ പറ്റണ്ടേ? പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഒരു അനുഭവം ഞാൻ അത് പറയുന്നതല്ലത്. നിങ്ങൾക്ക് തിരക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഇല്ലെന്നേ പറയാവൂ. അപ്പോൾ അതായത് ഞാൻ പോൾസൺ ചേട്ടൻ, ജോൺ ബോള്, ഞങ്ങൾ തൃശ്ശൂരാണ് എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ട്രെയിന് തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കുറച്ച് നാളേ ഉള്ളൂ. അപ്പോൾ നിൽക്കുന്ന സമയത്ത് ഒരു വല്യപ്പച്ചൻ, ഒട്ടും വയ്യ, പാവം, ഇങ്ങനെ നടന്ന് വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഈ പഴംപൊരി വിൽക്കുന്ന ഒരു തമിഴൻ ഈ ചേട്ടൻ, ഇപ്പോൾ ഞങ്ങൾ ആ ചേട്ടനോട് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരമാണ് ഞാൻ ഈ അപ്പച്ചൻ ഇങ്ങനെ വയ്യാത്ത അപ്പച്ചനാണ്, കണ്ടാലറിയാം വീടും കൂടുമൊന്നും ഇല്ലാത്ത അപ്പച്ചനാണ്. അപ്പം ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചന് പഴംപൊരി വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഇല്ല മോനെ, ഒന്നും കഴിച്ചില്ല മോനെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉളവാകിട്ടിരുന്ന എന്നെ അച്ഛനാണെന്നറിയാം. അപ്പോൾ അച്ഛാ ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ എൻ്റെ പേഴ്സ് കാണാനില്ല, അല്ലെങ്കിൽ എൻ്റെ പേഴ്സിനകത്ത് കാശില്ലയോ, അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ പോൾസൺ ചേട്ടനോട് പറഞ്ഞു ഒരു 500 രൂപ കടം തരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു 500 രൂപ തന്നപ്പോൾ ഞാൻ ഈ 500 രൂപ ഈ അപ്പച്ചന് കൊടുത്തിട്ട് പറഞ്ഞു, അപ്പച്ചൻ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിക്ക്, ഞങ്ങളിപ്പോൾ ട്രെയിനിൽ പോവാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വരാമായിരുന്നു, ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചൻ ഇങ്ങനെ എവിടെ കിടക്കുന്നത്? ഞാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്നത് പറഞ്ഞല്ലേ, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലും കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. എവിടെയെങ്കിലും അവിടെ കിടക്കാതെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടാക്കാം, ഇങ്ങനെ വഴി ഇല്ലില്ല, ഞാൻ അവിടെ കിടന്നുള്ളൂ, എനിക്ക് അതാ ഇഷ്ടമെന്ന് പറഞ്ഞു. ഇവർക്കൊക്കെ അങ്ങനെ ഇഷ്ടം, നമുക്ക് വേറെ നല്ല സ്ഥലത്ത് കൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ അവർ വരത്തില്ല, പോട്ടെ. അപ്പോൾ ഈ 500 രൂപയാണോ 450 ഓർക്കുന്നില്ല, ചെറുത് അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് ഈ അപ്പച്ചൻ ഈ വാങ്ങിച്ചിട്ട് ഈ പാവം ഉണ്ടല്ലോ, ഒരു 3 പ്രാവശ്യം ഞാൻ കണ്ടു, 3 പ്രാവശ്യം ദൈവമേ എന്ന് പറഞ്ഞ് ഈ തന്നവരെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തീരുമാനിച്ചു, ഈ പൈസ ഞാൻ പോളസൻ ചേട്ടന് തിരിച്ചു കൊടുക്കത്തില്ല. സാധാരണ ഞാൻ വാങ്ങിച്ചാൽ കൊടുക്കുന്ന ആളാണ്, ഇത് ഞാൻ കൊടുക്കത്തില്ല. ഞാൻ ഇങ്ങനെ ചിന്തിച്ചെന്നറിയാം, എനിക്ക് പിള്ളേരും പെറുങ്ങണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് ആ കർത്താവ് ആവശ്യത്തിന് അനുഗ്രഹം തരുന്നുമുണ്ട്. അദ്ദേഹം ഒരു കുടുംബനാഥനല്ലേ, 3 പെമ്മക്കളാണ്, കുടുംബനാഥനാണ്. കുറച്ച് അനുഗ്രഹം ഇരിക്കട്ടെ, ഈ 500 രൂപയുടെ ഒരു അനുഗ്രഹം ഈ അപ്പച്ചൻ അത്രയും മനസ്സ് നൊന്താണ് അനുഗ്രഹിച്ച് വിട്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? 5 വർഷമായിട്ട് മകൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. 5 വർഷമായിട്ട് ഇത് കൊടുത്ത് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ മകൾ വിളിച്ചിട്ട് പറയുകയാണ്, അപ്പാ എനിക്ക് കർത്താവ് ഒരു കുഞ്ഞിനെ തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ ഇത്? ഈ പാവപ്പെട്ടവനെ കണ്ടോ, അവൻ്റെ അനുഗ്രഹം കണ്ടോ, അത് ഇടിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചേക്കേ. അത് ആ മോമെൻറ്റിൽ ഒരു അനുഗ്രഹമായിട്ട്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പിന്നീട് പറഞ്ഞു, അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ തിരിച്ചു തരാൻ എനിക്ക് നന്ദിയുണ്ട്, കാരണം എൻ്റെ മകൾക്ക് അതൊരു അനുഗ്രഹമായി, എൻ്റെ മകൾക്ക് അതൊരു അനുഗ്രഹം, ഒരു അഭിഷേകമായിട്ട് മാറി. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആവശ്യക്കാരിൽ നിന്ന് കണ്ണ് തിരിക്കരുത്, നിന്നെ ശപിക്കാൻ ആർക്കും ഇട വരുത്തരുത്. ഇനി
മറ്റൊന്ന് വായിക്കേണ്ടത് ലേവ്യർ 19:14. ലേവ്യർ 19:14 വേഗം വായിച്ചേ. ലേവ്യർ 19:14. ചെകിടരെ ശപിക്കുകയോ കുരുടന്റെ വഴിയിൽ തടസ്സം വെക്കുകയോ അരുത്. അതായത് ഈ വൈകല്യമുള്ളവർ, അറിവില്ലാത്തവർ, ബുദ്ധി കുറഞ്ഞവർ, പാവപ്പെട്ട മനുഷ്യർ, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്, അവരെ പറ്റിക്കരുത്. ഞങ്ങൾക്ക് ധ്യാനകേന്ദ്രത്തിൽ അല്പം ബുദ്ധി കുറവുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്. എൻ്റെ പ്രായമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെയാണ്. രണ്ടുപേരും ബുദ്ധിയില്ല, ഒരേ പ്രായം. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഒരു മനുഷ്യനുണ്ട് ഞങ്ങൾക്ക് അവിടെ ധ്യാനകേന്ദ്രത്തിൽ അന്തേവാസിയാണ്. അപ്പോൾ ഈ പാവത്തെ നമ്മൾ ധ്യാനകേന്ദ്രത്തിൽ നിർത്താൻ തീരുമാനിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, നാട്ടിൽ കൊണ്ടുപോയി നിർത്തിയാൽ ആ നാട്ടുകാർ, അപ്പച്ചനും അമ്മച്ചിക്കും പ്രായമാണ്, നാട്ടുകാർ മൊത്തം ഇവനെ മിസ്യൂസ് ചെയ്യും. എങ്ങനെയെന്നറിയാമോ? പ്ലാവേ കയറടാന്ന് പറയും, പ്ലാവേ കയറ്റും. മുറ്റം തൂക്കടാന്ന് പറയും, മുറ്റം തൂക്കിക്കും. അവനെ കൊണ്ട് അതും ഇതും എല്ലാം ചെയ്യിച്ചിട്ട് 5 രൂപ 2 രൂപ 1 രൂപ ഒക്കെ കൊടുത്തിട്ട് ഈ പാവത്തെ പറ്റിക്കും. ഒരു ദിവസം മുഴുവൻ പണി ചെയ്യിച്ചിട്ട് 10 രൂപയും കൊണ്ടാണ് വീട്ടിൽ വരുന്നത്. 10 രൂപ. അപ്പം ഞാനിത് വീട്ടുകാർ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ, അപ്പോൾ ഈ പാവത്തെ ഇപ്പോൾ ധ്യാനകേന്ദ്രത്തിൽ നല്ല ദൈവവചനമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ സെക്കൻഡ് സാറ്റർഡേക്ക് ഞാൻ അവനെ കൊണ്ട് ദൈവവചനം പറയിപ്പിച്ചാൽ, വചനമൊക്കെ കാണാതെ പഠിച്ച് കുരിശിൻ്റെ വഴിയൊക്കെ കാണാതെ ചൊല്ലി നല്ല മിടുക്കനായിട്ട് ധ്യാനകേന്ദ്രത്തിനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയാം? ഈ കുരുടനെ വഴി തെറ്റിക്കുക, കുരുടൻ്റെ വഴിയെ തടസ്സം വെക്കുക, ചെകിടനെ വഴി തെറ്റിക്കുക, ഈ ബലമില്ലാത്ത മനുഷ്യരെ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് ഒരു മേഖല. ഇനി അടുത്ത മേഖല നിയമാവർത്തനം 27, 27, 20 മുതൽ വായിക്കാം. നിയമാവർത്തനം 27, 20 മുതൽ വായിക്കാമോ? പിതാവിൻ്റെ ഭാര്യയോടുകൂടെ ശയിച്ച് അവനെ അപമാനിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ, മൃഗവുമായി ഇണചേരുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ, തൻ്റെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ മകളായ സഹോദരിയോടൊത്ത് ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ, അമ്മായിയമ്മയോടുകൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പോൾ അതായത് അടുത്ത് ഇത് പറയുന്നത് അൺനാച്ചുറൽ സെക്സ്. എന്ന് പറഞ്ഞാൽ ദൈവം ദാമ്പത്യബന്ധത്തിൽ അനുവദിച്ചിട്ടില്ല, അല്ല ദാമ്പത്യബന്ധത്തിനകത്ത് മാത്രമാണ് ദൈവം ലൈംഗികമായ കാര്യങ്ങൾ അനുവദിച്ചിട്ടുള്ളത്. അതിന് പുറമേയുള്ള ഇൻസെസ്റ്റ്, അഡൽറ്ററി, പിന്നെ അതുപോലെ തന്നെ ഈ ഈ മൃഗഭോഗം, സ്വവർഗഭോഗം, ഇങ്ങനെയുള്ള അശുദ്ധ പാപങ്ങൾ ശാപം കൊണ്ടുവരുന്ന കാര്യമാണ്. അത് കൂടുതൽ ഇനി അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഇതെല്ലാം ഇങ്ങനെയുള്ള ഈ അൺനാച്ചുറൽ ഡീവിയേഷൻസ് എല്ലാം ശാപം കൊണ്ടുവരുന്നതാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം അയൽക്കാരനെ 24, അയൽക്കാരനെ രഹസ്യമായി വധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അയൽക്കാരനെ രഹസ്യമായി വധിക്കുന്നവൻ, ഞാൻ അതിലേക്ക് വരാം. ഇനി വേറൊരു പ്രധാനപ്പെട്ട മേഖല വായിക്കണം. ഞാൻ പെട്ടെന്ന് നിർത്താം, ഒരു 10 മിനിറ്റോടെ മതി എനിക്ക്. പ്രഭാഷകൻ 28:13. പ്രഭാഷകൻ 28:13. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒത്തിരി കുടുംബങ്ങളിൽ ശാപം പോവാതെ കിടക്കുന്നത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവനാണ്. ദൈവവചനാണല്ലോ, കൂടുതൽ കമന്ററി വേണ്ടല്ലോ. പരദൂഷകനും ഏഷണിക്കാരനും ശാപം വലിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരുന്ന ആളാണ്. പരദൂഷണം, ഏഷണി, സമാധാനത്തിൽ കഴിഞ്ഞ് അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവനാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളിങ്ങനെ ആളുകളെ കുറ്റപ്പെടുത്തുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ ബന്ധനങ്ങൾ കുറയുകയല്ല പെരുകുകയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ മനുഷ്യരെ നിന്ദിക്കുകയും പരദൂഷണം പറയുകയും ആക്ഷേപിക്കുകയും അവരെ കുറ്റം പറയുകയും ചെയ്യുമ്പോൾ ഒരു വചനം കൂടെ വായിച്ചു. യെശയ്യാ 28:22 ഞാൻ വായിക്കാം കേട്ടോ. യെശയ്യാ 28:22. നിങ്ങൾ നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. നിങ്ങൾ നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തത് അച്ഛന്മാരും സിസ്റ്റേഴ്സും കേൾക്കണം. ജെറമിയ 48:10. അച്ഛന്മാരും സിസ്റ്റേഴ്സും കേൾക്കണം. നമുക്ക് ശാപം വരുന്നൊരു പ്രധാനപ്പെട്ട വഴി ഞാൻ പറഞ്ഞുതരാം. അച്ഛന്മാരും സിസ്റ്റേഴ്സും ജെറമിയ 48:10. കർത്താവിൻ്റെ വേലയിൽ അലസനായവൻ ശപിക്കപ്പെട്ടവനാണ്. മനസ്സിലായോ? അതായത് ദൈവവേല ചെയ്യാതെ അലസമായിട്ട് ജീവിക്കുന്ന ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും അവരാരാണ്? അവർ ശാപത്തിൻ്റെ കീഴിലാണ്. ദൈവവേലയിൽ അലസനായവൻ ശപിക്കപ്പെട്ടവൻ. പറഞ്ഞേ ഹല്ലേലൂയ. വാളുകൊണ്ട് രക്തം ചൊരിയാത്തവൻ,
എന്താണ് ആ വാള്? ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുത്ത് ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യാത്തവൻ അവൻ ശപിക്കപ്പെട്ടവനാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇനി പെട്ടെന്ന് ഒരു 3 മിനിറ്റ് ശ്രദ്ധിച്ചേ. അതായത് 4 പാപങ്ങളെ ബൈബിള് വിളിക്കുന്നതും അതുപോലെ കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം വിളിക്കുന്നതും പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്ന പാപങ്ങളെന്നാണ്. പ്രതികാരത്തിന് വേണ്ടി, സിൻസ് വിച്ച് ക്രൈ ഔട്ട് ഫോർ വെഞ്ചൻസ്, പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്ന പാപങ്ങൾ. അത് ഏതൊക്കെയാണ്? 4 പാപങ്ങളാണ് അങ്ങനെയുള്ളത്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് 1867 ഖണ്ഡികയിൽ തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 1867 അവിടെ പറയുകയാണ്, സിൻസ് ദാറ്റ് ക്രൈ ടു ഹെവൻ, പാപങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കി പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്ന പാപങ്ങൾ. അങ്ങനെ 4 പാപങ്ങളാണുള്ളത്. ഒന്ന് വിൽഫുൾ മർഡർ, ഒന്ന് ബോധപൂർവം ചെയ്യുന്ന കൊലപാതകം. ബോധപൂർവം ചെയ്യുന്ന കൊലപാതകം വേഗം എഴുതി വെച്ചോ, വായിക്കുന്നില്ല. ഉൽപ്പത്തി 4:10, ഉൽപ്പത്തി 4:10. വിൽഫുൾ മർഡർ, ബോധപൂർവം ചെയ്യുന്ന കൊലപാതകം. രണ്ടാമത്തേത് സ്വവർഗഭോഗം, സ്വവർഗഭോഗം രണ്ടാമത്തേത്. ഉൽപ്പത്തി 18, 20, 21. ഉൽപ്പത്തി 18, 20, 21. വായിക്കണ്ട, എഴുതി വെച്ചോ. ഉൽപ്പത്തി 18, 20, 21. മൂന്നാമത്തേത് പാവപ്പെട്ടവൻ, അനാഥൻ, വിധവ, പരദേശി, ഇവരെ ഞെരുക്കുക, പീഡിപ്പിക്കുക, അവരുടെ കണ്ണീര് വീഴാൻ കാരണമാവുക. പാവപ്പെട്ടവൻ, മനസ്സിലായോ? അയലോക്കത്തിൽ പാവപ്പെട്ടവൻ ഉണ്ടെങ്കിൽ അവൻ്റെ അതിലൂടെ മാന്തി എടുക്കരുത്. അത് പ്രതികാരത്തിന് വേണ്ടി കിടന്ന് നിലവിളിക്കും, പ്രതികാരത്തിന് വേണ്ടി കിടന്ന് നിലവിളിക്കും. അനാഥൻ, വിധവ, പരദേശി, അഗതി, പാവപ്പെട്ടവൻ, അങ്ങനെയുള്ള ആളുകളോട് ചെയ്യുന്ന ദ്രോഹങ്ങൾ പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്ന പാപങ്ങളാണ്. അതിന് ഉദാഹരണം പുറപ്പാട് 2:23. പുറപ്പാട് 2:23 വേറെയും ഉണ്ട്, നമുക്ക് നേരമില്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ അത്രയും പറയാം. 4-മത്തേത് വേലക്കാരന് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി. ജോലിക്ക് ഒരാളെ നിർത്തിയിട്ട് കൂലി കുറയ്ക്കുകയാണ്, അവനോട് ബാർഗെയിൻ, മത്തിക്ക് ബാർഗെയിൻ ചെയ്യുന്ന പോലെ അവനോട് ബാർഗെയിൻ ചെയ്യുകയാണ്. ഒരുത്തനെ കൊണ്ട് ജോലി ചെയ്യിച്ചാൽ ഒന്നീ കൂലി പറഞ്ഞ് ജോലി ചെയ്യിക്കണം, പറഞ്ഞ കൂലി കൊടുക്കണം. മനസ്സിലായോ? 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ കൈ കാശുണ്ട്, 10-ാം തീയതി വരെ വെച്ചുകൊണ്ടിരിക്കരുത്. അവന് വീട്ടിൽ കുഞ്ഞുങ്ങളും അവന് കുടുംബം ഉള്ളതാണ്, അത് കടന്ന് നിലവിളിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. വേലക്കാരന് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി. ഒത്തിരിയും പ്രസ്ഥാനങ്ങൾ, ബിസിനസ്സുകൾ, സംരംഭങ്ങളെല്ലാം തകർന്നതിന് പിന്നിൽ വേലക്കാരുടെ കണ്ണുനീരുണ്ട്. വീട്ടിലൊക്കെ ജോലിക്ക് നിർത്തുന്ന ആളുകളുടെ കണ്ണുനീരുണ്ട്. അഥവാ അത് ദൈവവചനം പറയുന്ന പ്രധാനപ്പെട്ട യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. യാക്കോബ് 5:4. യാക്കോബ് 5:4. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ ഇത്ര സമയം തീർന്നു, അപ്പോൾ നിങ്ങൾ പറയാം അച്ഛാ ശാപം മാത്രമേ പറഞ്ഞുള്ളല്ലോ. അപ്പം നാളെ വരണം, മനസ്സിലായല്ലോ? നാളെ വന്നാൽ ശാപം പോകാനുള്ള വഴി പറഞ്ഞു തരുത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാളെ വരണം. നാളെ നമ്മൾ കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ കർത്താവ് അനുവദിക്കും. നാളെ നമ്മൾ ഈ കാര്യങ്ങൾ ഇതിൻ്റെ എന്താണ് ഈ ശാപം ഈ ഭൂതകാലത്തിൽ നിന്ന് നീണ്ടുവന്ന് നമ്മുടെ കഴുത്തിന് പിടിക്കുന്ന ഈ ശാപത്തിൻ്റെ കെട്ട് നമ്മളിൽ നിന്ന് മുറിഞ്ഞു പോകാൻ യേശു നമുക്ക് വേണ്ടി തുറന്ന വഴി എന്താണ്? അപ്പോൾ ഇതാണ് നമ്മൾ നാളെ ദൈവം അനുവദിച്ചാൽ ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്ന് എനിക്ക് സന്തോഷമുണ്ട്, ഒത്തിരിയും പേര് വന്നു, ഒരുപാട് പേര് വന്നു. നാളെയും ഇതിൻ്റെ കൂടുതൽ ആളുകൾ, നിങ്ങൾ ഇന്നലെ പ്രാർത്ഥിച്ചെന്ന് എനിക്ക് മനസ്സിലായി. പ്രാർത്ഥിച്ചു, വിളിച്ചു. അതുകൊണ്ട് നിങ്ങൾ വിളിച്ചവർ കുറച്ച് പേരൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നല്ല എല്ലാം നിറഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ച് കസേരയുടെ മിച്ചമുണ്ട്. അത് ആരെയോ കാത്തിരിക്കുകയാണ് അവർ. ആ കസേര കിടന്ന് ഇവിടെ നിലവിളിക്കുകയാണ്, അവർ വന്നിട്ടില്ല. അതുകൊണ്ട് അതിന് ഉത്തരവാദി ആരാണ്? നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഇന്നും പ്രാർത്ഥിക്കണം. ദൈവവേല ചെയ്യുന്ന വലിയ അനുഗ്രഹമാണ്. ഇന്നും പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ വിളിച്ച് എഴുന്നേറ്റ് നിൽക്കാം.